വെനിസ്വേലയിൽ നടക്കുന്ന സംഭവങ്ങൾ, അതായത് അമേരിക്ക ഏറ്റവും രസകരമായ സംഭവം എന്താ വെച്ചാൽ ന്യൂയോർക്ക് ടൈംസ് അതിനെ ഹെഡിങ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവൻ ആലോചിച്ചു എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അറസ്റ്റ് എന്നാണ് അമേരിക്ക അതിന് പ്രയോഗിക്കുന്ന വാക്ക്, സീസ് എന്നാണ് അവസാനം ന്യൂയോർക്ക് ടൈംസ് കണ്ടെത്തിയത്. അതായത് തട്ടിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലുള്ള ഇതാണ്. അതായത് ഒരു ലീഗലായ പ്രോസസ്സ് അല്ല നടന്നിട്ടുള്ളത്. അമേരിക്കയിൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അമേരിക്ക ഏകകണ്ഠമായിട്ട് എടുത്ത ഒരു തീരുമാനമോ, അല്ലെങ്കിൽ അമേരിക്കയിലൊരു ജനാധിപത്യം ഇല്ല എന്നൊക്കെ വരുന്ന രീതിയിലും, അല്ലെങ്കിൽ മഡൂരോ ഒരു ഫാസിസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ള വലതുപക്ഷ ശക്തികൾ പ്രചരിപ്പിക്കുന്ന രീതിയിലോ ഒന്നുമല്ല കാര്യങ്ങൾ കിടക്കുന്നത്. രണ്ടു വശത്തും അതിൻ്റെതായ സംഗതികൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കക്കകത്ത് തന്നെ ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ, പ്രതിപക്ഷ അഭിപ്രായങ്ങൾ. എനിക്ക് തോന്നുന്നു അതിനാണ് ഭൂരിപക്ഷവും ഉള്ളതെന്ന് തന്നെയാണ് തോന്നുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് 2019 ഡാൻ കോബാലിക്ക് എഴുതിയ ഒരു പുസ്തകം, ദ പ്ലോട്ട് ടു ഓവർത്രോ വെനിസ്വേല എന്ന് പറഞ്ഞ പുസ്തകം, അത് വളരെ പ്രെഡിക്റ്റീവ് ആയിട്ടുള്ളൊരു പുസ്തകമായിട്ട് തോന്നുക. കാരണം എന്ന് വെച്ചാൽ എന്താണ് വെസ്റ്റേൺ മീഡിയയുടെ ഒരു നാരറ്റീവ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു പുസ്തകമായിരുന്നു. എന്താണ് ഇതിൻ്റെ ഒരു സെൻട്രാലിറ്റി, ഓയിൽ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഇത്രയും പ്രിയപ്പെട്ടതായി മാറുന്നത്. കാരണം നമുക്കറിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ വെനിസ്വേലയെ ഒരു ഇത്രയും വലിയ ഓയിൽ റിച്ച് നാഷനായിട്ടും അതിൻ്റെ 1% പോലും വിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അമേരിക്കയുടെ സാങ്ഷൻസ് ആണ്. അതായത് അവർ ആദ്യം ചെയ്തത് ഷിപ്പിംഗ് ഇൻഡസ്ട്രി കംപ്ലീറ്റ് സാങ്ഷന് വിധേയമാക്കി, അതിനുശേഷമാണ് ഓയിൽ ഇൻഡസ്ട്രീനെ സാങ്ഷന് വിധേയമാക്കുന്നത്. അപ്പോൾ ഇത്രയും നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ അവസാനത്തെ ഒരു പരിണാമഗുപ്തി എന്നൊക്കെ പറയാവുന്നതാണ് ഇപ്പോൾ ഉള്ള ഈ സീസ് ചെയ്തിരിക്കുന്ന ഈ അവസ്ഥ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പം ചർച്ച ചെയ്യേണ്ടത്, കാരണം അമേരിക്ക വീണ്ടും ഒരു റോഗ് നാഷനായിട്ട് വളരെ ഭീകരമായിട്ട് നമ്മളുടെ എല്ലാ തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ സന്തുലനങ്ങളെയും മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് വരികയാണ്. അതെങ്ങനെയാണ് കേട്ടി, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര പശ്ചാത്തലം എങ്ങനെയാണ് കാണുന്നത്? ലാറ്റിൻ അമേരിക്ക ഇന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകമേധാവിത്വം വഹിക്കുന്ന മുതലാളിത്തത്തിൻ്റെ വളർച്ചയുടെ ചരിത്രത്തിൽ എല്ലാ കാലത്തും അതിൻ്റെ അടിത്തറയായി വർദ്ധിച്ച എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ സമൃദ്ധമായി സംഭാവന ചെയ്ത ഒരു ഭൂമേഖലയാണ്. ഇപ്പം മുതലാളിത്തത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ലാറ്റിൻ അമേരിക്കയുടെ മണ്ണിനടിയിലെ സ്വർണവും ചെമ്പും മറ്റ് ധാതുപദാർത്ഥങ്ങളും ഫോസിൽ ഇന്ധനങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് മുതലാളിത്തം ഒരു ലോകശക്തിയായി വളർന്നത് എന്ന് പല മുതലാളിത്ത ചരിത്രകാരന്മാരും അതിൽ ഏറ്റവും വിശകലാത്മകമായ സമീപനം മുന്നോട്ട് വെച്ച മാർക്സ് ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. ലാറ്റിൻ അമേരിക്കയുടെ സ്വർണം, ചെമ്പ്, ലാറ്റിൻ അമേരിക്കയുടെ ഭൂമിക്കടിയിലുള്ള ധാതുവിഭവങ്ങൾ, ഇന്നത്തെ കാലത്തെ ഊർജത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധന രൂപമാകുന്ന എണ്ണക്ക് മേൽ വരുമെന്ന് കരുതുന്ന ലിത്തിയം, ഇതിൻ്റെയൊക്കെ സമ്പന്നമായ സമൃദ്ധമായ അക്ഷയം എന്ന് കമലാ സജീവ് സൂചിപ്പിച്ചതുപോലെ അക്ഷയമായ നിക്ഷേപങ്ങളുള്ള ഒരു ഭൂമേഖലയാണ് ലാറ്റിൻ. ആ ലാറ്റിൻ മേഖലയെ തങ്ങളുടെ വരുതിയിൽ നിർത്തുക എന്നതാണ് പഴയ സ്പാനിഷ് പോർച്ചുഗൽ സാമ്രാജ്യത്തെ പോലെ ഇന്നത്തെ മുതലാളിത്തത്തിൻ്റെ ഈ നിയോ ലിബറൽ ലോക വ്യവസ്ഥയുടെ അതിൻ്റെ അതിനായക സ്ഥാനത്തിരിക്കുന്ന ട്രംപായാലും ആരായാലും ബൈഡൻ ആയാലും ഇവരുടെ എല്ലാം തന്നെ രാഷ്ട്രീയ ലക്ഷ്യം. പക്ഷെ ആ രാജ്യത്തിനകത്ത് ഇതിനെതിരായിട്ട് വലിയ പ്രതിരോധങ്ങളാണ്. മൺട്രോ സിദ്ധാന്തമൊക്കെ മുന്നോട്ട് വന്ന് ലാറ്റിൻ മേഖല ആംഗ്ലോ സാങ്സൺ അമേരിക്കൻ മേധാവിത്വത്തിൻ്റെതാണ്, അതുകൊണ്ട് വടക്കിൻ്റെതാണ്, തെക്ക് എന്ന ഒന്നുമില്ല, യഥാർത്ഥത്തിൽ ലാറ്റിൻ എന്നത് ആംഗ്ലോ സാങ്സണിന് വിധേയമായി നിൽക്കേണ്ടതാണ് എന്നൊക്കെയുള്ള അത്യന്തം വംശീയ അടിസ്ഥാനമുള്ള പ്രത്യയശാസ്ത്ര വിശകലനങ്ങളിൽ നിന്നാണ് മൺട്രോ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത്. ആ മൺട്രോ സിദ്ധാന്തത്തിൻ്റെ 100-200 വർഷക്കാലത്തെ ചരിത്രം നോക്കിയാൽ ലാറ്റിൻ നാടുകൾ എപ്പോഴും ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ആ വിഭവത്തിൽ കണ്ണുവെച്ചുകൊണ്ട്. ഇപ്പം ലോകത്തിലെ എണ്ണയുടെ നമ്മൾ സാധാരണഗതിയിൽ പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു സങ്കല്പം അനുസരിച്ച് അറേബ്യയാണ്. സൗദി അറേബ്യയേക്കാൾ എണ്ണ നിക്ഷേപമുള്ള, ഫോസിൽ ഇന്ധന നിക്ഷേപമുള്ള ഒരു ഭൂമേഖലയാണ് ഈ ചെറിയ വെനിസ്വേല. ലോകത്തിലെ മൊത്തം പെട്രോളിയം നിക്ഷേപത്തിൻ്റെ 18%. അത്ര തന്നെ പ്രകൃതിവാതക നിക്ഷേപവും അവിടെയുണ്ട്. ഇതൊന്നും ഇപ്പോഴും എന്താണ്, കുഴിച്ചെടുക്കപ്പെടാത്തതാണ്, മൈൻ ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇതിന് മുകളിൽ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളത് ഈ ലോക മുതലാളിത്തത്തിൽ നിന്ന് നേരിടുന്ന, അമേരിക്ക മുതലാളിത്തത്തിൽ നിന്ന് നേരിടുന്ന പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. അതുകൊണ്ട് തങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയെ അതിജീവിക്കാൻ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിപ്പറത്തിക്കൊണ്ട് ഇത്തരം രാജ്യങ്ങളിൽ തങ്ങൾക്കെതിരായി വളർന്നു വരുന്ന രാഷ്ട്രീയ ശക്തികളെ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ ടാർഗറ്റ് ചെയ്യുക, അവരെ എല്ലാ അർത്ഥത്തിലും അതിന് വേണ്ടിയുള്ള ഒരു പ്രൊപ്പഗാൻഡയാണ്. ആ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ടാണ് ഈ മറീൻ മച്ചാഡോക്ക് നോബൽ സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് ട്രംപ് ഒഴിവായി കിട്ടിയല്ലോ എന്നാണ്. ട്രംപിനേക്കാൾ വലിയ മച്ചൂനിത്തിയാണ് ഈ മച്ചാഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മച്ചൂനിത്തിയെ വെച്ചുകൊണ്ട് ട്രംപ് വളരെ കൃത്യമായിട്ട് അവിടെ
കരുനീക്കി. വലിയ പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്കുള്ള സാർവദേശീയമായ ഒരു നോബൽ സമ്മാന ജേതാവിനുള്ള ഒരു അന്തരീക്ഷത്തെ ഉപയോഗിച്ച് CIA മഡൂറോയെ പിടിച്ചുകൊണ്ടുപോയത് ഡെൽറ്റ ഫോഴ്സാണ്. ഈ ഡെൽറ്റ ഫോഴ്സിന്റെ ഒരു രൂപീകരണ ചരിത്രമുണ്ട് പെന്റഗണിൽ. അത് 1970-കളിൽ ഈ അറബ് രാജ്യത്ത് ഒപ്പക് സംഘടന ഉണ്ടായതിന്റെ പശ്ചാത്തലത്താണ്. ഒപ്പക് ഉണ്ടാവുകയും അന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മിസ്റ്റർ കിസിഞ്ചർ ആണ്. അപ്പോൾ കിസിഞ്ചർ അന്ന് ലോകത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒപ്പക് രാജ്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എണ്ണ കുഴിച്ചെടുക്കുന്നതിന് നിയന്ത്രണമാണ്, വിൽക്കുന്നത് നിങ്ങൾക്കത് ഞങ്ങൾ വിപണനം ചെയ്യുന്നത് ഞങ്ങൾക്ക് ന്യായമായ വില തന്നുകൊണ്ടേ ഞങ്ങൾ സമ്മതിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ അടച്ചിടും എന്ന ബാഗ്ദാദ് ഒപ്പക്കിന്റെ അതൊരു ആസ്ഥാനത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പ്രസ്താവന ഉണ്ടായി. ആ പ്രസ്താവന വന്നപ്പോൾ കിസിഞ്ചർ പറഞ്ഞ എന്താണ്, അങ്ങനെ ഞങ്ങൾ പട്ടാളത്തെ അയച്ച് എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ പിടിച്ചെടുക്കാൻ അമേരിക്കൻ പെന്റഗൺ ഉണ്ടാക്കിയ സൈനിക ഗ്രൂപ്പാണ് ഈ ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്നത്. അറേബ്യയിലെയും ഇപ്പോൾ ലിബിയ, നമ്മുടെ സദ്ദാം ഹുസൈൻ, ഇതിലെല്ലാം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചൊരു ഫോഴ്സാണ്. ഒരു രാജ്യത്തെ സൈന്യത്തിന് അതിന്റെ ദേശരക്ഷ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് മറ്റ് രാജ്യങ്ങൾ തങ്ങൾക്കെതിരായി വളർന്നു വരുന്ന ഭരണകൂടങ്ങളെയും പ്രസ്ഥാനങ്ങളെയും നേരിടാൻ വേണ്ടി ഒരു പ്രത്യേക സൈന്യമുണ്ട്, ഒരു ഇന്റർനാഷണൽ സൈന്യം. നാറ്റോ എന്നൊക്കെ വ്യത്യസ്തമായ വളരെ, നാറ്റോന് ഒരർത്ഥത്തിലെങ്കിൽ സാർവദേശീയ തലത്തിലുള്ള ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതൊന്നുമില്ല. ഒരു ഗുണ്ടാസേനയെ ഉണ്ടാക്കിയിരിക്കുകയാണ്, ഒരു ഹൂളിഗാൻ സേനയെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ഹൂളിഗാൻ സേനയെ വെച്ചുകൊണ്ടാണ് അത് ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിറകിലുള്ള, സജീവൻ ചോദിച്ചില്ലേ, ഇതിന് പിറകിലുള്ള രാഷ്ട്രീയം, പ്രത്യയശാസ്ത്രം എന്നൊക്കെ പറയുന്നത് അത്യന്തം സമ്പദ് ശാസ്ത്രപരമാണ്, അത്യന്തം മൂലധന താല്പര്യങ്ങളാണ്. ആ മൂലധന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കക്ക് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എണ്ണക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയായിട്ടുള്ള തർക്കവും വരാൻ പോകുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതാണ്. ഉക്രൈൻ യുദ്ധം തന്നെ എന്താണ്, റഷ്യൻ എണ്ണ ക്രൂഡ് ഓയിൽ അങ്ങ് യൂറോപ്പിലേക്ക് ഈ ഉക്രൈൻ വഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഉക്രൈനെ വരുതിയിൽ നിർത്തുക, നാറ്റോ വിന്യസിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പുട്ടിനെതിരായിട്ടും റഷ്യക്കെതിരായിട്ടും ഒക്കെ അമേരിക്ക നീങ്ങുന്നത്. അപ്പോൾ അത്തരം താല്പര്യങ്ങൾ തന്നെയാണ് ഈ മഡൂറോയ്ക്കെതിരായിട്ടുണ്ടായത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും തങ്ങൾക്ക് അനഭിമതരായ രാഷ്ട്രങ്ങളെയും ഭരണ നേതാക്കളെയും എതിർക്കാൻ രണ്ട് വഴിയാണ്. ഒന്ന്, ഇവർ ഡ്രഗ് കച്ചവടക്കാരാണെന്ന് പറയും, ഒരു വലിയ ഡ്രഗ് കാർട്ടലാണ്. ഇപ്പോൾ മഡൂറോയ്ക്കെതിരായിട്ട് വന്നിരിക്കുന്ന, ഇപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന, പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടുത്തെ കോടതിയിൽ കേസുണ്ട്, ഫെഡറൽ കോർട്ടിൽ അയാൾക്കെതിരായിട്ട് ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്. ഈ മയക്കുമരുന്ന് ട്രാഫിക്കിങ്ങിനെ ഇയാൾ സഹായിക്കുന്നു പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ കൊളംബിയയും അതിൻ്റെ തൊട്ടുകിടക്കുന്ന സമുദ്രമേഖലകളിലെയും ഡ്രഗ് ട്രാഫിക്കിന്റെ കുത്തക അമേരിക്കൻ CIAക്കാണ്. അമേരിക്കയിൽ തന്നെ എഴുതപ്പെട്ട വളരെ വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട്, ഗാരി വെബിന്റെ ബ്ലാക്ക് അലയൻസ്. 1980-കളിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ബ്ലാക്ക് അലയൻസിൽ അമേരിക്കൻ ഭരണകൂടം നിരോധിച്ച പുസ്തകം. അമേരിക്ക സ്വതന്ത്ര ജനാധിപത്യത്തിന്റെ, ലിബറൽ ജനാധിപത്യത്തിന്റെയും ഒക്കെ മാതൃഭൂമിയാണെന്നൊക്കെ നമ്മളെല്ലാം പറയുന്നു. പക്ഷെ അമേരിക്കയിൽ അമേരിക്കൻ മൂലധനത്തിന്റെ കറുത്ത കൈകൾ, അതിനുവേണ്ടി അവരുണ്ടാക്കിയിരിക്കുന്ന കൂട്ടുകെട്ടിനെ കുറിച്ചൊരു പുസ്തകം ഇറങ്ങി. അത് പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിലെ വിമോചന സമരങ്ങളെയൊക്കെ തകർക്കാൻ വേണ്ടി എങ്ങനെയാണ് മയക്കുമരുന്ന് ട്രാഫിക്കിങ്ങിനെ അവർ ഉപയോഗിച്ചത് എന്നാണ്. ആ പുസ്തകത്തിൽ ഒരുപാട് വിശദാംശങ്ങളുണ്ട്. അല്ല, ഇപ്പം KT പറഞ്ഞതിൽ നിന്ന് ഇപ്പം നമ്മൾ എന്ന് വെച്ചാൽ അവിടെയുള്ള ഇടതുപക്ഷത്തിന് വളരെ കാലമായിട്ടുള്ള, പ്രത്യേകിച്ചും ഈ സ്പാനിഷ് പോർച്ചുഗീസ് ഇൻവേഷനൊക്കെ ശേഷം വന്നിരിക്കുന്ന ഒരു 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 റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അതിനൊരു പൊളിറ്റിസൈസ് ചെയ്തിട്ടുള്ളത് ശരിക്കും ലെഫ്റ്റ് മൂവ്മെൻ്റ് ആണ്. ലെഫ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഉള്ളത്, കാരണം ഒരു സോഷ്യൽ ഡെമോക്രാറ്റ് മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ. പലരും ചോദിക്കാറുണ്ടായിരുന്നു, ക്യൂബൻ ആരോഗ്യമന്ത്രിയായിരുന്ന ഏണസ്റ്റോ ചെ ഗുവേര എന്തിനാണ് ബൊളീവിയയിലേക്ക് ആ മന്ത്രിസ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് പിന്നെയും ചെറുത്തുനിൽപ്പിന്റെ സമരത്തിന് വേണ്ടി പോയതെന്നുള്ളത്. അപ്പം നമുക്കറിയാം എന്താ വെച്ചാൽ അവിടെയുള്ള പൊട്ടോസി സിൽവർ ഖനി ഒക്കെ തന്നെ ഒരുപാട് കാലം ഈ സ്പാനിഷ് ഒരു രാജവംശത്തിൻ്റെയും ഒരു സ്പാനിഷ് സാമ്രാജ്യത്വത്തിൻ്റെയും ഒക്കെ എല്ലാ സമ്പത്തും കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ബൊളീവിയ എന്ന് പറയുന്നത്. ആ ബൊളീവിയ മാത്രമല്ല, ഇപ്പം ഗാട്ടിമാല ആയാലും ശരി, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും, വെനിസ്വേല, പെറു ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാം ഈ ലാറ്റിൻ അമേരിക്കൻ മേഖലയും ഒരു ഇടതുപക്ഷ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു സ്ഥലം കൂടിയായിരുന്നു. അപ്പം നമ്മളിപ്പം ഇന്ന് ലോകവ്യാപകമായിട്ട്, പ്രത്യേകിച്ചും കോൾഡ് വാറിന് ശേഷം അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതിനു ശേഷം, എപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഇടതുപക്ഷ സാന്നിധ്യമായിട്ട് കാണുന്നത് ലാറ്റിൻ അമേരിക്കയാണ്. അമേരിക്കയുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ലെഫ്റ്റ് ആണ്, എന്തായാലും നമുക്കറിയാം, അമേരിക്കയുടെ അല്ല, ട്രംപിൻ്റെ പ്രത്യേകിച്ചും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതിൽ ഒരു ആൻറ്റി ലെഫ്റ്റ് ആയിട്ടുള്ള ഒരു എലിമെന്റ് എന്താണ് ഇതിനകത്ത് ദാമോദർ പ്രസാദ് കാണുന്നത്? ആന്റി ലെഫ്റ്റ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക മുന്നേറ്റത്തിന്, അല്ലെങ്കിൽ ഒരു ഇൻഡിജിനസ് പീപ്പിളിന്റെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്ലോബൽ സൗത്തിന്റെയും ഒരു ആസ്ഥാനമായിട്ട് നിൽക്കുകയാണ് ഇപ്പം ലാറ്റിൻ അമേരിക്ക. അതല്ല, ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യത്തിന് ഹ്യൂഗോ ഷാവസ് ആണ് ശരിക്കും അതിൻ്റെ അകത്ത് ഒരു സൗത്ത് പൊളിറ്റിക്സ് വളരെ മുമ്പ് തന്നെ വ്യക്തി, സൗത്ത് ആൾസോ എക്സിസ്റ്റ് എന്ന പുസ്തകം പ്രസാദായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉൾപ്പെടെ
അപ്പോൾ ഈ ഒരു ഇന്നിപ്പോൾ അത് അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. കാര്യം ഇന്നിപ്പോൾ നരേന്ദ്രമോദി അടക്കം ദക്ഷിണ രാഷ്ട്രങ്ങളുടെ ഒരു ഐക്യത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ സൗത്ത് എന്നൊരു സങ്കല്പം ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് യുഗ ഷാവസാണ് അതിൻ്റെ ഒരു സൈദ്ധാന്തികമായ അടിത്തറ. ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നേരത്തെ കെ.ടി. സൂചിപ്പിച്ച മൺട്രോ ഡോക്ടറിനെ ബന്ധപ്പെട്ടും ഈ യൂറോപ്പിൻ്റെ ഒരു താല്പര്യം, ഈ യൂറോപ്പാണ് അവിടെ കോളനൈസ് ചെയ്ത് ആദ്യം. ഈ സ്പാനിഷ് പോർച്ചുഗീസുകാരുടെ ഒരു അധിനിവേശ പ്രദേശമായിരുന്നു. അപ്പോൾ മൺട്രോ ഡോക്ടറിൻ ഈ സുന്ദരമായ മുഖത്തോടുകൂടി ഈ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലേക്ക് ഈ യൂറോപ്യൻ ശക്തികൾ കടന്നു വരേണ്ടത് അമേരിക്കയുടെ ബാക്ക് സൈഡായിട്ട് കാണുന്നതാണ്. കാര്യം സൗത്ത് അമേരിക്കയാണല്ലോ, ലാറ്റിൻ അമേരിക്ക സൗത്ത് അമേരിക്കയാണ്. തങ്ങളുടെ പിൻഭാഗം തങ്ങൾക്ക് അധികാരമുള്ള, തങ്ങൾക്ക് അധിനിവേശം നടത്താനുള്ള, തങ്ങൾക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യുമെന്നുള്ള ആ റിസോഴ്സിൽ അതിൽ അമേരിക്കയ്ക്ക് ഒരു പ്രസിഡന്റിന് സംശയമില്ലാത്ത കാര്യമാണ്. ആ റിസോഴ്സ് തങ്ങളുടെയാണ്. അവിടെ രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമായിട്ട് പെരുമാറും. പക്ഷേ ആ റിസോഴ്സ് അമേരിക്കയുടെ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം, അത് ഒബാമയ്ക്കടക്കം ആ സംശയം ഉണ്ടായിരുന്നില്ല. ഒരു പ്രോഗ്രസീവ് എന്ന് വിളിക്കുന്ന ഒരു പ്രസിഡന്റ് സംശയമില്ലാത്ത കാര്യമാണ്. ഒബാമയ്ക്ക് ഷാവേസ് കൊടുക്കുന്ന ഒരു സമ്മാനമുണ്ട്, ഓപ്പൺ വെയിൻസ് ഓഫ് ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ എഡ്വേർഡോ ഗലീനോയുടെ പുസ്തകം. അപ്പോൾ ഇവരെ ദീർഘകാലമായിട്ട് അമേരിക്കയുടെ ഒരു താല്പര്യ കേന്ദ്രമാണ്. അപ്പോൾ ഈ അവിടുത്തെ വിഭവങ്ങൾ സമാഹരിക്കുക. അപ്പോൾ അതനുസരിച്ച് നിരവധിയായിട്ടുള്ള പട്ടാള അട്ടിമറികൾ തുടർച്ചയായിട്ട് 20-ാം നൂറ്റാണ്ട് മുഴുവൻ പട്ടാള അട്ടിമറികളുടെ കഥയാണ്. അവിടെ പട്ടാള അട്ടിമറികൾ മുഴുവൻ നടത്തിയിട്ടുള്ള അമേരിക്ക ആസൂത്രിതമായിട്ട് അവിടെ പോയി ലാൻഡ് ചെയ്ത് നടത്തിയ ഈ പാവ ഭരണാധികാരികൾ വെക്കുന്ന പരിപാടി അത് ലോകമാകമാനം ചെയ്തിട്ടുണ്ടെങ്കിലും ലാറ്റിൻ അമേരിക്ക നിർബാധം നടത്തിക്കൊണ്ടിരുന്നു. അതിനകത്ത് ഒരു ഭീഷണി ഉയർത്തിയത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണവും പിന്നീട് ചെഗ്വേര നടത്തിയിട്ടുള്ള അതാണ് അവരെ സംബന്ധിച്ച്. അതാണ് സിയെ തന്നെ നേരിട്ട് പോയി സിയുടെ നേരിട്ട് ഓപ്പറേഷനിൽ ചെഗ്വേര കൊല്ലപ്പെടുന്നു. അപ്പോൾ അത് അവർ വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് ഈ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ലാറ്റിൻ അമേരിക്ക എല്ലാ വിപ്ലവ പ്രസ്ഥാനം, അതുപോലെ തന്നെ ഇപ്പോൾ ചില്ലിയിലൊക്കെ ഉണ്ടായിരുന്ന അലൻഡയുടെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നതിന് ശേഷം കൊളംബിയയിലൊക്കെ ഈ മാവോയിസ്റ്റ് മൂവ്മെൻറ്റ് തന്നെ തകർക്കുന്നതിലൊക്കെ തന്നെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഷൈനിങ് പാത്തക്കടക്കമുള്ള മൂവ്മെൻറ്റുകളെ മുഴുവൻ ആ രീതിയിൽ തകർത്തത് മുഴുവൻ ഈ സിയുടെ ആസുരമായ പ്രവർത്തനമാണ്. പക്ഷേ എനിക്കിവിടെ അവിടുത്തെ ഇപ്പോൾ യോസെ പോലെ എഴുത്തുകാരൊക്കെ ഷൈനിങ് പാത്തിന് ഇതായിരുന്നു. അവരൊക്കെ ലിബറൽ പൊളിറ്റിക്സിൻ്റെയും ഈ അമേരിക്കൻ ഇതിനൊക്കെ അനുകൂലിച്ച ഒരുപാട് പേര് അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ പൊതുവിൽ ലാറ്റിൻ അമേരിക്കയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു പ്രവണത എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ലിബറേഷൻ തിയോളജിയുടെ കേന്ദ്രം എന്തുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്ക ആയത്? ലിബറേഷൻ തിയോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യൂറോപ്പ് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നൊന്നും അല്ല വന്നത്. ഫ്രാങ്ക്ഫർട്ട് ലിബറേഷൻ തിയോളജി വരുന്നത് ലാറ്റിൻ അമേരിക്ക എന്ന കാര്യത്തിനെങ്കിൽ ദൈവശാസ്ത്രം തന്നെ മാർക്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പിന്നെ അവരൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ബിഷപ്പുകാരുണ്ട്. ആ ബിഷപ്പിന് തുടർച്ചയായി കഴിഞ്ഞ പോപ്പടക്കം. അപ്പോൾ അവരിത് കൊണ്ടുവരുന്നത് തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവിടുത്തെ അടിച്ചമർത്തപ്പെട്ട ഈ വലിയൊരു അടിച്ചമർത്തലാണ്. കാര്യം അവിടെ മിഡിൽ ക്ലാസ് അടിച്ചമർത്തപ്പെട്ട മിഡിൽ ക്ലാസ് ആണല്ലോ. ലാറ്റിൻ അമേരിക്കയിലെ മിഡിൽ ക്ലാസ്സും അടിച്ചമർത്തപ്പെട്ടാണ്. വളരെ ചെറിയ ഇപ്പോൾ നമ്മുടെ പഴയ ഈ സിനിമ മെമ്മറീസ് ഓഫ് അണ്ടർ ഡെവലപ്മെൻറ്റിൽ കാണാൻ പറ്റുന്ന കാര്യം, ഞാൻ ഡയറക്ടറുടെ പേര് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു എലീറ്റ് പോപ്പുലേഷൻ മാത്രമാണ് ഈ കൊളോബറേറ്റേഴ്സ് ദല്ലാൾ ബൂർഷാസി എന്ന് വിളിക്കുന്ന തരത്തിലുള്ള അതിൻ്റെ കൂടെ നിന്നുള്ളത്. ബാക്കി ബഹുഭൂരിഷം വരുന്ന ഈ മധ്യവർഗം എല്ലാം തന്നെ ആ നിലടിച്ച് ഇത് ഇപ്പോൾ ഈ ഗോഡ് ഫാദർ പോലെ സിനിമയിൽ കാണുന്നുണ്ട് നമ്മൾക്ക്. കാര്യം വലിയ ഒരു സമ്പന്നതയുടെ ഒരു കുറച്ചെങ്കിലും അതിൽ കുറച്ച് സമ്പന്നരായ ആൾക്കാർ പോലും അടിച്ചമർത്തപ്പെട്ടവരാണ്. ഒരു തരത്തിലുള്ളവർക്ക് സ്വാതന്ത്ര്യവും ഇല്ലാത്ത രീതിയിൽ ഇതായിരുന്നു. അപ്പോൾ ട്രേഡ് യൂണിയൻ പ്രവർത്തനം അനുവദിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ രീതിയിലൊരു അമേരിക്ക അതിൻ്റെ ഒരു കോളനി നിലയ്ക്ക് ശരിക്കും സാമ്രാജ്യത്വം കോളനിയിൽ വ്യത്യാസമുള്ള അമേരിക്കയുടെ കോളനി. അതായത് 20-ാം നൂറ്റാണ്ടിൽ ഇപ്പോൾ അമേരിക്കേൻ്റെ ഇമ്പീരിയലിസം സാമ്രാജ്യത്വം ലോകമാകാനും വികസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറാഖിനോടും കുവൈറ്റിനോടും ഇന്ത്യയോടൊക്കെ സമീപത്തിൽ കാണുന്ന സാമ്രാജ്യത്വം കോളനി തന്നെയായിട്ടാണ്. കാര്യം കോളനിയുടെ വ്യത്യാസം നേരിട്ട് ഭരിക്കുക, അതിൻ്റെ ഭരണാധികാരികളെ കൊണ്ട് അവരുടെ ഒരു കോളനി തന്നെ അവർ തന്നെ ഭരിക്കുന്ന സംവിധാനം. അപ്പോൾ അത് മറ്റ് സ്ട്രിങ്സ് ഒന്നും ഇല്ലാതെ, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ നേരിട്ട് തന്നെ അവരുടെ ഭരണത്തിൽ, കാര്യം നേരിട്ട് CIAക്കും പെൻറ്റഗണും പ്രസിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് ഭരണ സംവിധാനം അത് തന്നെയായിട്ടാണ് ഈ ലാറ്റിൻ അമേരിക്കയിൽ ഓരോ രാഷ്ട്രങ്ങളെയും വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ അട്ടിമറി നടന്നിട്ടുള്ളത്. രണ്ട് കേട്ടിനാണ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ലാറ്റിൻ അമേരിക്കയിലെ ഡ്രഗ് ട്രേഡ് ആരംഭിക്കുന്ന അമേരിക്കയാണ്. ഡ്രഗ് ട്രേഡിനെ വ്യാപകമാക്കുന്നതൊക്കെ നമുക്ക് ഇപ്പോൾ സ്കാർഫേസ് പോലെ സിനിമയിലൊക്കെ കാണാൻ പറ്റും. സ്കാർഫേസ് പോലെ ഡ്രഗിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ വിപ്ലവത്തെ തകർക്കാനും അവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും പ്രതിപക്ഷത്തെ തകർക്കാനും വളരെ വ്യാപകമായിട്ട് ഡ്രഗിനെ തന്നെ ഉപയോഗിക്കുന്നു. ഡ്രഗ് ഒരു വെപ്പണായിരുന്നു, ആയുധമായിരുന്നു സിയുടെ. ന്യൂയോർക്ക് ടൈംസ് വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അത് വായിച്ചു നോക്കുകയാണെന്ന് അതിൽ പറയുന്നുണ്ട് ലാറ്റിൻ അമേരിക്കയിൽ ഏറ്റവും ലീസ്റ്റ് ഡ്രഗ് ഇതിൻ്റെ അകത്ത് ഉള്ള രാജ്യമാണ് വെനിസ്വേല. ഏറ്റവും കുറവാണ്. അപ്പോൾ ആ വെനിസ്വേലയ്ക്കെതിരെയാണ്, വെനിസ്വേല പ്രസിഡന്റിനെതിരെയാണ് ഇത് ചാർജ് ചെയ്തിട്ടുള്ളത്. പതുരയ്ക്കും ഭാര്യയ്ക്കെതിരെയാണ് ഈ ചാർജ് ചെയ്തത്. അപ്പോൾ ഈ നിലയിൽ ഡ്രഗിന് ഉപയോഗിക്കുക, ഒപ്പം തന്നെ ഈ അട്ടിമറി നടത്തുക. അപ്പോൾ അതിന് പ്രധാനമായിട്ടുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒന്ന് റിസോഴ്സ് തന്നെയാണ്.
ഇപ്പോൾ രണ്ട് തരത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം ഒന്ന് റിസോഴ്സ് അടിച്ചു മാറ്റിക്കൊണ്ടുപോകുക ജനങ്ങളുടെ, രണ്ടുപേരുടെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക, ചുങ്കൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ലോകത്തെ മുഴുവൻ കമ്പോൾ ഇവരുടെ ഉൽപ്പന്നങ്ങളുടെ കമ്പോളായി വികസിപ്പിക്കുക, രണ്ട് പരമാവധി റിസോഴ്സ് എല്ലാ രാജ്യങ്ങളും ചൂഷണം ചെയ്യുക. ലാറ്റിൻ അമേരിക്ക കമ്പോളത്തേക്കാൾ ഉപരിയായിട്ട് ചൂഷണം ചെയ്യാനുള്ളൊരു റിസോഴ്സ്, അത്ര നേരത്തെ സൂചിപ്പിച്ചത് വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള സ്ഥലം, വളരെ വിഭവസമൃദ്ധമായിട്ടുള്ളൊരു പ്രദേശം. അപ്പോൾ അതിനെ ചൂഷണം ചെയ്യാവുന്ന തരത്തിൽ ആഫ്രിക്കയേക്കാൾ ഭീകരമായി ചൂഷണം ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഈ മധുരവിൻ്റെ കാര്യമൊക്കെ സമയത്ത് ഇപ്പോൾ ഏറ്റവും ഈ പാട്രിസിലും എല്ലാ കമ്മ്യൂണിസ്റ്റ് ഇടദോഷ നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും മുഴുവൻ CA കൊന്നിട്ടുള്ളതാണ്. ഈ അസാസിനേഷൻ ദീർഘചരിത്രമുണ്ട്. അതിൽ പുതിയ കാര്യമൊന്നുമല്ല. ഇന്ദിരാഗാന്ധി ഒരു ഇടദോഷ രാഷ്ട്രീയ പാതയിൽ ഇന്ദിരാഗാന്ധിയും മുടിനാരൊക്കെ രക്ഷപ്പെട്ടതാണ് CAയിൽ നിന്ന്. അല്ലെങ്കിൽ കാര്യം സോവിയറ്റ് യൂണിയനെ ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധിയുടെ ആഭിമുഖ്യമൊക്കെ CAയെ സംബന്ധിച്ചോളം വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നു. ആ നിലയിൽ പിന്നെ അവർക്ക് എന്താ പറയുക, അവിടെ പോയി റീഗനെ കണ്ടിട്ടുണ്ട് ഇന്ദിരാഗാന്ധി. അതൊക്കെ ഒരു പക്ഷേ എനിക്ക് പിൽക്കാലത്ത് തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് പോയതായിരിക്കും, നമുക്കറിയില്ല. സെക്രട്ടറിപ്പിൻ്റെ റെക്കോർഡ്സൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ കാര്യം ഇടദോഷ ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ അന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കളെയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും മുഴുവൻ എല്ലാ തരത്തിലും, അങ്ങനെ പാട്രിഷ് ലൂംബേനും ഇപ്പോൾ നമ്മൾ ലൂംബേനെ നേരിട്ട് CA തന്നെ, അലൻ്റെ ആണെങ്കിൽ CA, ലൂംബയാണ് എല്ലാം CA നേരിട്ട് ഓപ്പറേഷനിലൂടെ അസാസിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവരെ മുഴുവൻ തന്നെ. അതിൻ്റെ ഒരു ഇതാണ് നമുക്കിപ്പോഴും കാണാം. അപ്പോൾ മധുരനെ ഇതിൻ്റെ അതിൻ്റെ അകത്ത് നമ്മൾ പുതിയ മധുരനെ ട്രാക്ക് ചെയ്യരുത് ഇത്രയും കാലം വളരെ കൃത്യമായിട്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് പുതിയ വന്നപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റില്ല. CAയുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത്യന്തം വളരെ രഹസ്യാത്മകമായതുകൊണ്ട് ഈ ഗവൺമെൻറ് അകത്ത് തന്നെ, ഇത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്ത പോലെ ഗവൺമെൻറ് അകത്ത് തന്നെ ഒരു ആളാണ്, അസിസ്റ്റൻസ് ഉണ്ട്, ട്രാക്ക് ചെയ്യുന്നതെല്ലാം സഹായിച്ചിട്ടുണ്ട്. ആ ട്രാക്ക് ചെയ്ത് മധുരനെ ട്രാക്ക് ചെയ്യും. രാത്രിക്ക് രാത്രി ഡെൽറ്റ ഫോഴ്സിൻ്റെ ഗുണ്ടാസം, ഹൂളിഗാൻസ് തന്നെ, അമേരിക്കൻ ഹൂളിഗാനിസം തന്നെ. ഇത് അമേരിക്കയുടെ പഴയ കാലത്ത്, അതായത് 15ാം നൂറ്റാണ്ടിൽ ഇപ്പോൾ ഹോട്ട്സ് എന്നൊക്കെ പറയുന്നത് 15ാം നൂറ്റാണ്ടിലെ അമേരിക്കയിലെ വൈറ്റ് കോൺഗ്രസ് വന്ന് അവിടുത്തെ തദ്ദേശവാസികളെ പിടിച്ച് കൊല്ലുന്ന അതേ DNA, ആ രാജ്യത്തിന് അതേ DNA തന്നെയാണെന്ന് കാണുന്നത്. ഒരു സംശയം വേണ്ട. അതിൻ്റെ അകത്ത് അതേപോലെ തന്നെ ഹൂളിഗാനിസം പോയി ഒരു മടിയില്ലാതെ പോയി. നമ്മളൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടും ഇൻ്റർനാഷണൽ നിയമങ്ങളുടെ ഭാഗമായിട്ടും ഒരു പക്ഷേ ചെയ്യാത്ത പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പല പ്രവണതകളും ദേശരാഷ്ട്രങ്ങൾക്കുണ്ടെങ്കിലും ഈ രീതിയിൽ ഒരു പ്രവണത ഒരു രാജ്യവും കാണിക്കില്ല. കാര്യം അതിനൊക്കെ വളരെ ഉയർന്ന് വേറെ ഇതിൽ അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ പെരുമാറാൻ നിർബന്ധമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചൈനയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ വേണമെങ്കിൽ ആക്രമിക്കാവുന്ന തൈവാനെ ഇനിയും ചെയ്യുമെന്നല്ല. പക്ഷേ ചൈന ഒരിക്കലും ആ ഒരു നടപടിയിലേക്ക് കടക്കില്ല. ടിബറ്റിനെ ആക്രമിക്കാൻ ചൈനയ്ക്ക് 100 സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പോലും ചൈന റെസ്ട്രെയിൻ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അത് ഞാൻ പറയാം, അതൊരു സിവിലൈസേഷൻ്റെ ഒരു കാണിക്കലുണ്ട്. ഒരു സിവിലൈസ്ഡ് കൾച്ചറാണ് ചൈനയ്ക്ക്. പിന്നെ അവകാശപ്പെടുന്നൊരു ചെറിയ സിവിലൈസേഷനുണ്ട്. ആ ഒരു ഇത് കാണിക്കുക, ഇൻ്റർനാഷണൽ നിയമങ്ങളെ മാനിക്കാന്നുണ്ട്. ഇങ്ങനെ സിവിലൈസേഷൻ്റെ ഹിസ്റ്ററി അമേരിക്കയിലല്ലോ. അതുകൊണ്ട് അപ്പോൾ ആ അമേരിക്കയ്ക്ക് ഒരു സിവിലൈസേഷൻ, അമേരിക്ക ഹിസ്റ്ററി ഉണ്ടോ ചോദിച്ചാൽ ഹിസ്റ്ററി ഇല്ലാത്ത രാജ്യമാണ്. അപ്പോൾ നിലയ്ക്ക് ഒരു സിവിലൈസേഷൻ ഇല്ലാത്ത രാജ്യത്തിന് അപ്പോൾ ഈ ഹൂളിഗാനിസം കാണിക്കുന്ന യാതൊരു മടിയില്ല. അപ്പോൾ ആ ഹൂളിഗാനിസം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എന്ത് ചെയ്തു, പലതരം റെസ്ട്രെയിൻ ചെയ്യാൻ നിർബന്ധമായി. പല കാര്യം പുതിയ ജിയോ പൊളിറ്റിക്സ് അനുസരിച്ച് പല കാര്യം റെസ്ട്രെയിൻ ചെയ്ത് ട്രംപ് തന്നെ ഒരു അൺസിവിലൈസ്ഡ് ആയതുകൊണ്ട് ട്രംപിന് ആ അമേരിക്കൻ ക്യാരക്ടർ കൃത്യമായിട്ട് പുറത്തെടുക്കുക. ഇപ്പോൾ ഒബാമയ്ക്കും ഒരു പരിധി ബൈഡനും ഇത് പ്രകടിപ്പിക്കാൻ പലതരം തടസ്സമുണ്ട്. അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ, അതുപോലെ തന്നെ അവർ ഒരു പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഇമേജ്, പിന്നെ ജിയോ പൊളിറ്റിക്സ് അന്തരീക്ഷം തന്നെ മാറി. ഇതിങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും പിന്നെ പല രാഷ്ട്രങ്ങളിൽ നിന്നും ഇപ്പോൾ ഇസ്ലാമിക് സംഘടന നേരിടുന്ന വെല്ലുവിളി കൊണ്ടൊക്കെ ഈ ഒരു പ്രകടിപ്പിക്കേണ്ട ചില മര്യാദകൾ പ്രകടിപ്പിക്കാൻ നിർബന്ധമായതുകൊണ്ട് അവർ അതിൻ്റെ സ്വഭാവം കാണിച്ചു. പക്ഷേ ട്രംപിന് അതൊന്നുമില്ല. ട്രംപിന് അങ്ങനത്തെ അതാണ് ട്രംപ് അതിനെ അമേരിക്കയുടെ യഥാർത്ഥത്തിൽ മാഗ എന്ന് വിളിക്കുന്നത് വളരെ കൃത്യമാണ്. അമേരിക്ക എന്താണോ അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, സത്യസന്ധമായി ആത്മാർത്ഥമായി മാനിഫെസ്റ്റ് ചെയ്യുന്ന വേറൊരു പൊളിറ്റിക്കൽ ലീഡർ ഇല്ല. അതുകൊണ്ടാണ് ഇതുപോലൊരു വിജയം നേടാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് പോയി ആ ഡെൽറ്റ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മധുരനെ പിടിച്ചുകൊണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ റിസോഴ്സ് തന്നെയാണ് പ്രധാനം. ഓയിൽ റിസോഴ്സിലേക്ക് തന്നെയാണ് കണ്ണുവെച്ച കാര്യം. എത്ര എണ്ണ കിട്ടിയാലും മതിയാവാത്തൊരു രാഷ്ട്രമാണ്. ഇപ്പോൾ ഈ റഷ്യൻ എണ്ണ, അതുപോലെ എണ്ണയാണ് ഇവരുടെ എല്ലാ കാലത്തെയും ഒരു പ്രധാന ദൗർബല്യമായിട്ട്. നേരത്തെ സൂചിപ്പിച്ച ഒപ്പക്കിൻ്റെ കാര്യത്തിന് ഇപ്പോൾ റഷ്യ എണ്ണ വാങ്ങുന്നതായി ബന്ധപ്പെട്ടു അല്ല തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം എണ്ണയാണ് ഇവരുടെ ഒരു വലിയ വീക്ക്നെസ്. എണ്ണയും തുടർന്നുള്ള പിന്നെ വരാൻ പോകുന്നുള്ള ഈ പുതിയ തരത്തിലുള്ള എനർജി ഇതിനും ഉള്ള ഒരു ഇത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇവർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വാസ്റ്റഡ് എനർജി പ്ലാൻസും ഇതുപോലത്തെ സിലിക്കൺ വാലിയുടെ പുതിയ ഇതൊക്കെ തന്നെ ഇതിനൊക്കെ വളരെ ഈ അമേരിക്കൻ ക്യാപിറ്റലും ഈ എനർജിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അമേരിക്ക ക്യാപിറ്റൽ എനർജി ഈ അമേരിക്കൻ ക്യാപിറ്റൽ അമേരിക്കൻ ഇൻഡസ്ട്രികൾ നിൽക്കുന്നതിന് ഇത് ബേസ് ചെയ്തിട്ടാണ്. അമേരിക്കയുടെ ഒരു ഭോഗ ജീവിതം തന്നെ അതിനനുസരിച്ച്. അപ്പോൾ അതിനെ ഒരു തരത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് റിസൾട്ട് എന്താണ്, പോയി ഹൂളിഗാനിസത്ത്, അതായത് മോഷ്ടിച്ചോ പിടിച്ചു പറിച്ചോ തട്ടിക്കൊണ്ടുവരോ അത് എങ്ങനെയും കൊണ്ടുവരിക. അപ്പോൾ അത് വളരെ വിസിബിളാണ്. പക്ഷേ ഇതൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്രംപ് ഇതാണ് നേരെ ഇത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ഷോക്കിംഗ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലത്ത് ഇത്ര ഇൻസ്റ്റൻസുകൾ ഇല്ലാത്തതുകൊണ്ട് ഷോക്കായി. പക്ഷേ
20-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം മുഴുവൻ അതാണ്. 20-ാം നൂറ്റാണ്ട് ആദ്യം അമേരിക്കയുടെ ഹിസ്റ്ററി ഒരിടത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അബോത്താബാദിൽ ഒബാമ നേരിട്ട് ആ ദിവസങ്ങൾ നമ്മുടെ കേരളം മുഴുവൻ ടെലിവിഷനിൽ ചർച്ച ചെയ്ത കാര്യമാണ്, വളരെ പ്രകീർത്തിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ഒസാമ ബിൻ ലാദനെ വേട്ടയാടുന്ന, അബോത്താബാദിൽ പോയിട്ട് വേട്ടയാടുന്ന തത്സമയം കാണുകയായിരുന്നു ആര്, ഒസാമ ബിൻ ലാദൻ ഒരു ഭീകര പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അപലപിക്കപ്പെടേണ്ട വ്യക്തിയാണ്. പക്ഷേ പാകിസ്ഥാൻ പോലെ സ്ഥലത്ത് അബോധാബാദിൽ പോയി അവർക്ക് യാതൊരു അവരുടെ ഒരു വിവരം കൊടുക്കാതെ പോയി നേരിട്ട് പോയി ട്രാക്ക് ചെയ്ത് വെടിച്ചു കൊല്ലുക ചെയ്യുന്നത്. അതിലൊരു വ്യത്യാസമുള്ള എന്താ വെച്ചാൽ പിന്നെ അമേരിക്കക്കെതിരായിട്ട് നേരിട്ട് യുദ്ധം നടത്തിയിട്ടുള്ള ഒരാൾ എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. മദൂരോന്റെ കേസിൽ അങ്ങനെയില്ല. പിന്നെ ഈ പറഞ്ഞാല് അതിലെ ഒസാമ ബിൻ ലാദൻ ഭീകരവാദിയാണോ എന്നുള്ളതല്ല പ്രശ്നം. അല്ല, പരമാധികാര രാജ്യാന്തര ബന്ധങ്ങൾ അനുസരിച്ച് അയാളെ ഏൽപ്പിക്കാൻ, അറസ്റ്റ് ചെയ്ത് ഏൽപ്പിക്കാനാ പറയുന്നത്. ഇസ്ലാമാബാദിനോട് അതാ പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയാം. നേരത്തെ പിന്നെ KT പറഞ്ഞതിൽ ഒരു കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുള്ളത്, കാരണം ഡ്രഗ് എന്നുള്ളത് ഒരു വലിയൊരു ഫോഴ്സായിട്ട് ലാറ്റിൻ അമേരിക്കൻ അടുത്ത വർഷം യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് പാബ്ലോ എസ്കോബാർ ആ സമയത്ത് പറഞ്ഞൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കാരണം അമേരിക്കൻ ഇമ്പീരിയലിസത്തിനെ തോപ്പിക്കാൻ ഡ്രഗ് കൊണ്ട്, അതായത് ഡോളറിനെ വെപ്പണൈസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് അമേരിക്ക. അപ്പം നമുക്ക് അതിനകത്ത് എന്താ വെച്ചാൽ നമ്മളുടെ ഒരു വെൽത്ത് കൊണ്ടും അവരെ നേരിടാൻ പറ്റുന്നില്ല. പക്ഷെ ഡ്രഗ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അമേരിക്കനെ കീഴ്പ്പെടുത്താൻ പറ്റും. കൊക്കൈൻ ഈസ് ദി ആറ്റം ബോംബ് ഓഫ് ലാറ്റിൻ അമേരിക്ക എന്നാണ് പാബ്ലോ എസ്കോബാറിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. പക്ഷെ അത് പറയുന്ന സമയത്ത് തന്നെ എഡ്വേർഡോ ഗലീനനെ പോലത്തെ ലെഫ്റ്റിസ്റ്റ് തിങ്കേഴ്സ് പറയുന്നുണ്ട്. കാരണം അതൊരു തരം ഹൈപ്പർ ക്യാപിറ്റലിസത്തിന്റെ ഭാഗമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഈസി ആയിട്ടുള്ള വേറൊരു ക്യാപിറ്റൽ പ്രോഡക്റ്റ് കൊടുത്തിട്ട് മറ്റതിനെ കോമ്പൻസേറ്റ് ചെയ്യാന്നുള്ള അതൊരു ഇടതുപക്ഷ പ്രവർത്തനം അല്ല എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ നോക്കിയാലും നമുക്കിപ്പം കൊളംബിയ ആയാലും ബൊളീവിയ ആയാലും പെറു ആയാലും എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഡ്രഗ് ട്രാഫിക്കിംഗ് ഉണ്ട് എന്നുള്ള ഒരു സത്യമാണ്. അതിന് പിന്നിൽ CIA ആണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് പറയാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം പാബ്ലോ എസ്കോബാറിനെ പോലത്തെ ഒരാളെ CIA തന്നെയാണ് അവസാനം വകവരുത്തുന്നത്. അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ടും കൂടി വരുന്നുണ്ട്. പോരെങ്കിൽ കൊളംബിയൻ ബാർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ഒരു വിനിമയ സാധനം എന്ന് പറയുന്നത് തന്നെ കൊക്കൈൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ അതിനെ റെസിസ്റ്റൻസിന്റെ ഒരു ഭാഗമായിട്ടും കൂടി അവർ ഡ്രഗിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ട്രംപ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വെനീസ്വലൻ ബോട്ടുകൾ മുക്കുന്നുണ്ട്, ആളെ കൊല്ലുന്നുണ്ട്, അതുപോലെ തന്നെ മൈഗ്രൻസിന്റെ പ്രശ്നം പറയുന്നുണ്ട്. ഇതൊന്നുമല്ല പ്രശ്നം എന്നുള്ളതും ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു എലീറ്റ് ഒലിഗാർക്കിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഈ സീഷർ നടന്നിട്ടുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ തോന്നൽ എന്താ വെച്ചാൽ ഈ ഒരു സംഗതി ഇതൊരു ലോകത്തിന്റെ ഒരു ജിയോ പൊളിറ്റിക്സിനെ തന്നെ മാറ്റിമറിക്കില്ലേ. കാരണം വെച്ചാൽ നമ്മളൊക്കെ ഉൾപ്പെടെയുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു രാഷ്ട്രമാണിപ്പോൾ. നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ട ഒരു രീതി എന്താണ്? കാരണം വെച്ചാൽ ഇതിപ്പം ഇത്തരത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കെതിരെയും ഒരു ഗ്ലോബൽ ലീഡർ എന്നുള്ള രീതിയിൽ, ഒരു റോഗ് നാഷൻ എന്നുള്ള രീതിയിൽ അമേരിക്ക വരികയാണ്. അല്ല, ഇതിലെ ഒരു ആദ്യം തന്നെ സജീവ് പറഞ്ഞൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഈ കൊക്കൈനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആഗോളതലത്തിൽ ഉയർന്നു വരുന്ന ഈ വ്യവസായ മൂലധനം ഉയർത്തുന്ന ഭീഷണിയെ നേരിടാം എന്നുള്ള അത്തരത്തിലുള്ള എന്താണ് പറയുക, ഒരു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ ജെയിംസ് പെട്രാസിന് വളരെ മനോഹരമായിട്ട് അദ്ദേഹം പൊളിക്കുന്നുണ്ട്. സാധാരണ ഒരു ലാറ്റിൻ അമേരിക്കാരൻ്റെ ജീവിതത്തിൽ ഈ വലിയ പാപ്പരീകരണം നടക്കുന്ന ഒരു സന്ദർഭമാണ് ഈ കൊക്കൈൻ ഏജന്റുമാരായിട്ട് അതിന്റെ വിൽപ്പനക്കാരായിട്ടൊക്കെ അവർ പോകുന്നത്. ഇവിടെയും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കടുത്ത ഉപരോധത്തിന്റെ ഭാഗമായിട്ട് വെനിസ്വേല വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വെനിസ്വേലയിലെ ചെറുപ്പക്കാരെല്ലാം ഈ കാർട്ടൽ സിലോസോ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ വലിയൊരു ഈ ഡ്രഗ് കൊളോണിയലിസത്തിന്റെ ഒരു വലിയ കാർട്ടൽ സിസ്റ്റം, ഒരു സിൻഡിക്കേറ്റ് ആണ്. അത്തരം അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ വിൽപ്പനക്കാരും കൊടുക്കലുകാരും ഒക്കെ ആയിട്ട് വാങ്ങൽ ബയേഴ്സും സെല്ലേഴ്സും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാകാം. അതിനെ നേരിടാൻ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഇവർ കൊണ്ടുവന്ന് വിൽക്കുന്നു. അമേരിക്കയിൽ വലിയ രീതിയിലുള്ള മനോരോഗങ്ങളും ക്രിമിനലിസവും ഒക്കെ ഈ കൊക്കൈൻ കച്ചവടം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അമേരിക്കൻ ധാർമ്മികവാദികളുടെ ഇതിൻ്റെ അകത്തൊരു പ്രൊട്ടസ്റ്റന്റ് ധാർമ്മിക സിദ്ധാന്തം കൂടി ഇതിന്റെ പിറകിലുണ്ട്. ബൈബിളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മഡൂറോയ്ക്കെതിരെ അവിടെ വലിയ ആഘോഷം നടക്കും എന്നൊക്കെ പറയുന്നത്. അപ്പൊ പ്രൊട്ടസ്റ്റന്റിസം പറയുന്നത് ഇത് വലിയൊരു ധാർമ്മികതയുടെ ഒരു പ്രശ്നമുണ്ട്. ഒക്കെ യഥാർത്ഥത്തിൽ ഇതിന്റെ പിറകില് ഈ അമേരിക്കയുടെ ഈ നയങ്ങളാണ് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ആളുകൾക്കിടയിൽ ഈ ഇത്തരം കാർട്ടലുകളുടെ വിൽപ്പനക്കാരും വാങ്ങലുകാരും ഒക്കെ ആയിട്ട് അവരെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്കക്ക് യഥാർത്ഥത്തിൽ അവർ റിയലായിട്ട് ഡ്രഗിനെതിരാണെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്ന മഡൂറോക്ക് പിന്തുണ കൊടുക്കുമായിരുന്നു. നിങ്ങൾ ഇത്തരം സംഘങ്ങളെ ചെയ്യണം, നിങ്ങളുടെ കടത്തിരുത്തിലാണ് പോകുന്നത് എന്ന രീതിയിലേക്ക് ഒരു ആഗോളതലത്തിലുള്ള UN തന്നെ എന്തുണ്ട്, ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള യുദ്ധം, വാർ അഗെയിൻസ്റ്റ്. പക്ഷെ ഇവരുടെ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും എന്താണ്, തങ്ങൾക്ക് അനഭിമതരായ രാഷ്ട്രങ്ങളെ, സമൂഹങ്ങളെ, ഭരണാധികാരികളെ
തകർക്കാനുള്ള അട്ടിമറികൾ സംഘടിപ്പിക്കാനുള്ള വഴിയാണ്. ഇപ്പോൾ ഇവാ മൊറാലെസ് ബൊളീവിയയിൽ അയാൾക്കെതിരായിട്ട് വിധേയ ആരോപണമാണ് ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ അയാൾ അധികാരത്തിൽ വന്നപ്പോൾ അയാൾ ലിത്തിയം ഖനികൾ നാഷണലൈസ് ചെയ്തു. അതാണ് അയാളുടെ പ്രശ്നം. ചിലിയിലെ ചെമ്പ് ഖനികൾ ചെയ്ത പോലെ തന്നെ ഇയാൾ ഇത് ചെയ്തു. അട്ടിമറി നടന്നു. 2019 അയാൾ പുറത്തുപോയി. ഇതിനേക്കാൾ ഭീകരമായിരുന്നു. അയാൾക്ക് ആ രാജ്യത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ്, ഇടതുപക്ഷം ഇവിടെ തിരിച്ചു വന്നു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ തുടർച്ചയും അതിൻ്റെ തന്നെ ഒരു അനുഭവം, സ്റ്റിഗ്ലിസ് ഒക്കെ പറയുന്നത് പോലെ അതിൻ്റെയൊക്കെ ഒരു അനുഭവങ്ങളിന് ലോകത്താകെ വലിയ തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. പഴയതുപോലെ ഏകപക്ഷീയമായ രീതിയിൽ അമേരിക്കക്ക് അവരുടെ ആധിപത്യം ഒരു ജനതയ്ക്ക് മുകളിൽ അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം വരുന്നത് എന്താണ്, ലാറ്റിൻ അമേരിക്കയിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കോർഡിനേഷനായിട്ട് വെനിസ്വലൻ ഭരണകൂടം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ വെനിസ്വല ഷാവേസിന്റെ കാലത്ത് തന്നെ പെട്രോ കരീബി ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് ഇറാൻ റിപ്പബ്ലിക് ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പെട്രോളും ഗ്യാസും ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് ലോകത്തൊക്കെ. ഇപ്പം ഷാവേസിന്റെ കാലത്ത് നമ്മളെല്ലാം വളരെയേറെ ആഹ്ലാദത്തോടു കൂടിയുള്ള ഒരു കാര്യം, ഗസയില് അവിടെ തണുക്കുന്ന അവിടുത്തെ തണുപ്പിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെറിയ ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടാക്കി അവർ ചൂടുക, അവർ സപ്ലൈ ചെയ്തു, ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്തു. അപ്പോൾ ഒരു അമേരിക്കക്കെതിരായിട്ട് ഇന്നത്തെ ഒരു ഇന്റർനാഷണൽ എണ്ണയുടെയും ഗ്യാസിന്റെയും ഒക്കെ വിപണന ശൃംഖലകൾക്കെതിരായിട്ട് ഇവരുടേതായ രീതിയിൽ ചില വിപണന ശൃംഖലകൾ വികസിപ്പിച്ചിട്ടുണ്ട്. അത് വലിയ വെല്ലുവിളിയായിട്ട് ഉയർന്നു വന്നിട്ടുമുണ്ട്. അപ്പൊ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡുമായിട്ട് ഇവര് ചേരുന്നത് വഴി വലിയ വെല്ലുവിളികൾ, ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വെല്ലുവിളികൾ ലാറ്റിൻ അമേരിക്കയിൽ നേരിടും. ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ ഭ്രാന്തൻ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പൊ ലാറ്റിൻ അമേരിക്കയുടെ ഒരു 1998 ശേഷം ഇവിടെ ദാമോദർ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഈ ഷാവേസിന്റെ വരവ്, ഷാവേസ് വന്ന ഉടനെ തന്നെ എന്താ ചെയ്തത്, അയാൾ വന്നത് അവിടുത്തെ സൈനിക ഭരണകൂടം ഉണ്ടാക്കിയ ഭരണഘടന നൽകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു സാധ്യത ഉപയോഗിച്ചാണ്. 98 അയാൾ വന്നിട്ട് ഉടനെ അയാൾ ആദ്യമായി ഉണ്ടാക്കിയത് ആ സൈനിക ഭരണകൂടം ഉണ്ടാക്കിയ ഭരണഘടന എന്താണ്, വിഭവങ്ങൾക്ക് മുകളില് വലിയ ബിസിനസ് ലോബികൾക്ക്, പ്രത്യേകിച്ച് അമേരിക്ക കോർപ്പറേറ്റ് അവർക്ക് എന്ത് ചെയ്യുന്നതാണ്, അനുമതി നൽകുന്നതാണ്. അത് സെക്കൻഡ് നാഷണലൈസേഷൻ പറയുന്നത് 1976 കഴിഞ്ഞതിന് ശേഷം അയാൾ അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാക്കി. ഭരണഘടന അത് ആ ജനാധിപത്യ പ്രക്രിയയാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ഭരണഘടന ഉണ്ടാക്കണോ, ഒരു പുതിയ ഭരണഘടന ഉണ്ടാക്കണോ എന്നുള്ള ജനഹിതം പരിശോധിച്ചു. അതിനുശേഷം അയാൾ അതിന് അനുമതി കിട്ടിയപ്പോൾ അയാൾ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി, അതും ജനങ്ങൾക്കിടയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അതിന്റെ മുകളിലും എന്താണ് വോട്ടെടുപ്പ് നടത്തി. അങ്ങനെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ട് അയാൾ രാജിവെച്ച് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ 2021 അയാൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചു. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബദൽ നയങ്ങളിലേക്ക് അയാൾ പോകുന്നത്. ആ ബദൽ നയങ്ങൾ ലാറ്റിൻ അമേരിക്കയുടെ പരിധിക്കകത്ത് ഒതുങ്ങുന്നതല്ല, അത് ലോകമാകെ സ്വീകരിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യൻ റിപ്പബ്ലിക്കുകൾ വലിയ രീതിയിൽ അതിൽ സ്വാഗതം ചെയ്തു. ഇറാനൊക്കെ ഇയാളുടെ കൂടെ നിന്നു. അന്ന് അഹമ്മദ് നജാദാണ് ഇറാനിലെ. മറ്റേ ഈ ഹ്യൂമൻ ഡിസ്ട്രക്ഷന്റെ പേരിൽ, ഈ ആണവനിലയങ്ങളുടെ പേരിൽ വലിയ രീതിയിൽ നജാദ് വേട്ടയാടപ്പെടുന്ന ഒരു കാലത്താണ്. അന്ന് നജാദിന് നേരിട്ട് കൈനീട്ടി കൊടുത്തൊരു ലോക നേതാവ്, കെട്ടി പറഞ്ഞാൽ ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ, ഇപ്പൊ പശ്ചിമേഷ്യ എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം അമേരിക്കൻ സാറ്റലൈറ്റ്സാ. പ്രത്യേകിച്ചും പെട്രോ ഡോളർ എന്ന് പറയുന്നത് ഒരു വെപ്പണൈസേഷൻ ഓഫ് ഡോളറിന്റെ ഏറ്റവും വലിയ ഇരകളുമാണ്. അതിന്റെ ഉപഭോക്താക്കളും ഗുണഭോക്താക്കളും ഒക്കെ തന്നെയാണ് ആര്, ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് കൺട്രീസ്. നമുക്ക് നോക്കിയാലേ അറിയാം. കാരണം ചിലപ്പം സദ്ദാം ഹുസൈൻ, ഇന്നിപ്പം സദ്ദാം ഹുസൈൻ ഇന്നസെന്റ് ആണെന്നുള്ള രീതിയിൽ ഒരുപാട് അമേരിക്കൻ തിയറീസ് വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്തായിരുന്നു വെച്ചാൽ, നാഷണലൈസ് ചെയ്യാതെ പെട്രോളിയത്തിന് യൂറോയിൽ വിൽക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ കേണൽ ഗദ്ദാഫി ലിബിയയിൽ കേണൽ ഗദ്ദാഫി കൊല്ലപ്പെടുന്നത് അദ്ദേഹം ആഫ്രോ കറൻസി ഉപയോഗിച്ചിട്ട് പെട്രോൾ വിൽക്കാൻ ശ്രമിച്ചു. പിന്നെ നമുക്കറിയാം ഇപ്പം മദൂരോ എന്താ ചെയ്തത്, ചൈനീസ് യുവാൻ വെച്ചിട്ട് വിൽപ്പനയ്ക്ക് ശ്രമിക്കുമ്പോഴാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഈ അമേരിക്കൻ നടപടിയെ അനുകൂലിച്ചിട്ടുള്ള 2 രാഷ്ട്രങ്ങൾ, ഒന്ന് ഇസ്രായേലും അർജന്റീനയാണ്. ബാക്കി എല്ലാവരും, യൂറോപ്പ് ഒരു പ്രത്യേകിച്ച് നിലപാട് എടുത്തിട്ടില്ല, എന്നാൽ പോലും ബാക്കിയുള്ള രാഷ്ട്രങ്ങളൊക്കെ ശക്തമായിട്ട് അപലപിച്ചിരിക്കുക. അപ്പൊ ഇതിനകത്ത് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ സംഗതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ കോളനിയായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഈ പെട്രോളിയത്തിനകത്ത് നടക്കുന്ന, ഈ പെട്രോൾ ഡോളർ ഉപയോഗിച്ച് നടക്കുന്ന ഈ സംഗതിയിൽ ലാറ്റിൻ അമേരിക്കയ്ക്ക് ഒരു വലിയ ചെറുത്തുനിൽപ്പ് സാധ്യമാവുമോ എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു പ്രശ്നം. അല്ല, അതിലെ ഈ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എണ്ണ പ്രകൃതിവാദ നിക്ഷേപമുള്ള രാജ്യം ഇറാനാണ്. അതിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ, അവരാണ് ഏറ്റവും വലിയ സാങ്ഷൻ അനുഭവിക്കുന്നത്. പക്ഷെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് അതിന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള അട്ടിമറികൾ നടത്താൻ ശ്രമിച്ചിട്ടും അവർ പ്രതിരോധിച്ചു നിൽക്കുന്നുണ്ട്. ആ പ്രതിരോധത്തിൽ സാർവദേശീയ തലത്തിൽ അവർക്ക് ചൈനയുടെയും വെനിസ്വലയുടെയും ഒക്കെ തന്നെ കൂട്ട് സമീപകാലത്തുണ്ടായി. ഇപ്പോൾ ഇറാനിലെ പുതിയ എല്ലാ പ്രൊജക്റ്റുകളും അവർ ചൈനീസ് കമ്പനികളെയാണ് ഏൽപ്പിക്കുന്നത്.
പ്രത്യേകിച്ച് ടെക്നോളജിയുടെ രംഗത്ത്, മൈനിങ്ങിൻ്റെയും സംസ്കരണത്തിൻ്റെ രംഗത്തൊക്കെ ചൈനീസ് ടെക്നോളജി അതെ. ഇറാൻ വലിയ രീതിയിൽ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പുതിയ ഒരു ഡെവലപ്മെൻറ്റ് ഈ പശ്ചിമേഷ്യ മധ്യപൂർവ്വ ദേശത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഭയത്തോടു കൂടിയാണ് അമേരിക്കൻ വിദഗ്ധന്മാർ നോക്കിക്കാണുന്നത്. ഇപ്പം അമേരിക്കൻ വാർ കോളേജൊക്കെ ഇത് സംബന്ധമായിട്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ, അവരുടെ പിന്നെ നിരീക്ഷണങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരസേനയുള്ള രാജ്യം ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കരസേനയുള്ള രാജ്യം ചൈനയാണ്. പിന്നെ ടെക്നോളജിയുടെ രംഗത്ത് അമേരിക്കയെക്കാളൊക്കെ എത്രയോ അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവര് വളരെ റേഷണലാണ്, വെറുതെ കയറി ഇടപെടുക എന്നുള്ള ഒരു നിലപാടില്ല. അപ്പൊ അമേരിക്ക ഇപ്പൊ അതിലാണ്. ഇപ്പം ചൈന പോലെ ഒരു രാജ്യം ഇടപെടും എന്ന് പറഞ്ഞാൽ, ഇപ്പം കൊറിയയുടെ വടക്കൻ കൊറിയയുടെ മുന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ നോക്കി നിൽക്കില്ല, എന്റെ സുഹൃത്താണ്, ഇടപെടും. എന്നാൽ ചൈന അങ്ങനെ പറഞ്ഞിട്ടില്ല. ലാറ്റിൻ അമേരിക്കയെ അമേരിക്കയുടെ പട്ടാളത്താവളമാക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നാ പറഞ്ഞത്. അവർ വളരെ യുക്തിപൂർവ്വമാണ് ഇടുന്നത്. പക്ഷെ നമ്മൾ കാണേണ്ടത് അമേരിക്ക അതിന്റെ സർവ്വസന്നാഹങ്ങളും, ലോകത്തിൽ അവർക്കൊരു ഹെജിമണി ഉണ്ട്, അവരുടെ പ്രത്യക്ഷ, അതെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രതിരോധം വളരെ ശക്തമാണ്. അത് ബെൽറ്റ് ആൻഡ് റോഡ് എന്നൊക്കെ പറഞ്ഞ 159 രാജ്യങ്ങൾ ഉള്ളടങ്ങുന്നതാണ്. ലോക വാണിജ്യം അമേരിക്കയുടെ കൈകളിൽ നിന്ന് പോവുകയാണ്. അപ്പൊ അവര് ഈ ഒരുപാട് ഘാട്ട് കരാർ വഴി ഒരുപാട് വാണിജ്യ ഉടമ്പടികളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെയൊക്കെ നിഷ്പ്രഭമായിക്കൊണ്ടാണ് ബെൽറ്റ് ആൻഡ് റോഡ് മുന്നേറിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണുന്നത് ലോകത്തെ തങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഭൂമിശാസ്ത്രപരമായി തന്നെ മാറ്റിവരക്കാനുള്ള അധിനിവേശങ്ങളും അട്ടിമറികളും ഒക്കെയാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. പ്രതിരോധവും ഇപ്പൊ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന ഒരു 70s 80s അത്ര ആ രീതിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കതില്ല. അത് വളരെ ഭൗതികമായി തന്നെ ഒരു സൈനിക ശക്തി, ഒരു രാഷ്ട്രശക്തി എന്നാണ് തന്നെ. പക്ഷെ കാര്യങ്ങൾ അതിലേക്ക് വികസിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നതല്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ലോക സംഭവങ്ങൾ നിരീക്ഷിക്കുന്ന പലരും ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നമാണ്. ദാമോദർ പ്രസാദ് അങ്ങനത്തെ ഒരു വിഷയം അല്ല, അത്തരം സാധ്യത നിലനിൽക്കുന്നുണ്ടല്ലോ. കാരണം നമ്മൾ മനസ്സിലാക്കുന്നപ്പോൾ ഇന്ത്യ പോലും ഇതിന്റെ ഈ വോട്ടൊക്കെ ഇതിന്റെ അകത്ത് ഭാഗമാക്കാൻ നിർബന്ധ സാഹചര്യം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യ തന്നെ മാത്രമല്ല, ഇന്ത്യ തന്നെ ഇപ്പോൾ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണാധികാരികൾ അതിന്റെ ഇന്ത്യക്കകത്തുള്ള ഡിസ്കഷൻ വേറെന്നാണ് ഇന്ത്യൻ ഭരണാധികാരികൾ പ്രശ്നം നേരിടുന്നുണ്ട്. മാത്രമല്ല റഷ്യ വലിയ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇറാനെ പിന്തുണക്കുന്നത് ചൈന മാത്രം, റഷ്യയും പിന്തുണക്കുന്നുണ്ട്, ഇന്ത്യയുണ്ട്. അപ്പോൾ ആ നിലയിൽ വലിയ തോതിലുള്ളൊരു ഈ ഐക്യം ഇപ്പോൾ ആ സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടം കഴിഞ്ഞ് 90-കൾക്ക് ശേഷം 2000 ആയ ദശകങ്ങൾക്ക് ശേഷം പുതിയ രൂപീകരണത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ എന്താ പറയുക, പഴയ പോലെ സോവിയറ്റിനകത്തൊരു ഐഡിയോളജി ആ കാലത്ത് ചൈന അപ്പുറത്തായിരുന്നു. ചൈനയ്ക്ക് സോവിയറ്റ് യൂണിയൻ വലിയ താല്പര്യമുള്ള കാര്യം അതിൻ്റെ പുറത്ത് അതിനുശേഷമാണ് നിക്സനെ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. ഇപ്പോൾ ഷീ ജിൻപിങ്ങിൻ്റെയൊക്കെ പുതിയ പൊളിറ്റിക്സ് അനുസരിച്ചിട്ട് ഈ ഐക്യത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. കാര്യം ഒരു അതിജീവനത്തിൻ്റെ പ്രശ്നം കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. കാര്യം ഈ നിലയിൽ ഒരു അമേരിക്കൻ ഒരു സുപ്രമസി, കാര്യം ഇവരെല്ലാം ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ആ നിലയ്ക്ക് അവരുടെ ടെക്നോളജി ഇപ്പോൾ ഡീഫേക്കൊക്കെയാണ് ഇപ്പോൾ വികസിപ്പിക്കുകയും ആ നിലയ്ക്ക് അവരുടെ അതിൻ്റെ അകത്തുള്ള ഒരു മുതലാളി തന്നെ ഒരു വല്ലാത്ത രീതിയിൽ മെച്യൂർഡായ മുതലാളിത്തം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കൻ ഇതിന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ പുതിയ ഐക്യം അനിവാര്യമായി വന്നിരിക്കുന്നു. അത് ക്യാപിറ്റലിസത്തിൻ്റെ സർവേയിലും പുതിയ ക്യാപിറ്റലിസ്റ്റുകളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കൻ ചൈനീസ് ക്യാപിറ്റലിസ്റ്റുകളൊക്കെ തന്നെ ആ നിലയിൽ വളരെ കോമ്പീറ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. അവരെ സമയം അതൊന്നും പിടിച്ചെടുക്കാൻ പറ്റാത്ത സ്ഥിതി. കാര്യം മറ്റു രീതിയിലൊരു തരത്തിലൊരു എന്താ പറയുക, ഒരു അമേരിക്കയുടെ ഒരു കോംപ്രമൈസ് പറ്റാത്ത രീതിയിലുള്ള കാര്യം. അവർക്കും ഈ ട്രേഡും അവരുടെ കൊമേഴ്സും വികസിപ്പിക്കുന്നുണ്ട്. അതിന് എന്താ പറയുക, ചൈനീസ് ഭരണകൂടം പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലും ഈ പ്രശ്നമുണ്ട്. ഇന്ത്യയിലും ആ നിലയ്ക്ക് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിലും ഇന്ത്യയും ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്ക ആ നിലയിൽ ഒരു വലിയ ത്രെട്ട് നേരിടുന്നുണ്ട്. തൻ്റെ പഴയകാലത്തെ അസ്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഉണ്ടായിരുന്ന ഒരു ആധിപത്യം 90-കളിൽ വീണ്ടും സ്ഥാപിച്ചെങ്കിൽ കൂടി 2000 കുറച്ചത് അങ്ങനെ തകർന്നു വരികയാണ്. ആകെ സത്യത്തിൽ നിന്ന് അമേരിക്ക പിന്തുണയ്ക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ UK പോലും അല്ല പിന്മാറും. ഇപ്പോൾ സ്റ്റീമറൊക്കെ പറഞ്ഞുള്ള കാര്യത്തിനെങ്കിൽ അവർ സംശയം പ്രകടിപ്പിച്ചിരിക്കുക. ആകെ യൂറോപ്പ് മൗനത്തിലേക്ക് കടന്നു. കാര്യം ഉക്രൈനുമായി ബന്ധപ്പെട്ട് യൂറോപ്പിൻ്റെ താല്പര്യങ്ങളൊക്കെ ട്രംപ് നിലനിർത്തുന്നില്ല എന്നുള്ള കുറച്ച് കാലത്ത് യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ വാസ്തു നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഒറ്റ രാജ്യമുള്ളൂ. കാര്യം അർജന്റീന വളരെ തീവ്ര വലതുപക്ഷക്കാരനാണ് അവിടെ ഭരിക്കുന്നത് ചെയ്യുന്നത്, അർജന്റീന ഭരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ പക്ഷേ ഒരു ഫോഴ്സ് നിലയ്ക്ക്, കാര്യം അമേരിക്കൻ ക്യാപിറ്റൽ നിയന്ത്രിക്കുന്നത് ജൂയിഷ് ക്യാപിറ്റലായതുകൂടി താല്പര്യത്തിൻ്റെ അകത്തുണ്ടാവാം. കാര്യം അതിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ അങ്ങനെ കൂടി ഉണ്ടല്ലോ. ഒരു രാഷ്ട്ര സയൻസ് താല്പര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ക്യാപിറ്റലെന്ന താല്പര്യങ്ങൾ. കാര്യം അവർ ധാരാളം ഇൻവെസ്റ്റേഴ്സും കൂടിയാണ്. അപ്പോൾ ആ നിലയിൽ ഒരു ധ്രുവീകരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രതിസന്ധിയായിരിക്കും. പക്ഷേ നേരത്തെ
കമൽറാം പറഞ്ഞ കാര്യത്തിലാണ് എനിക്ക് തോന്നുന്നത് ഈ ഡ്രഗ് ഹിസ്റ്ററിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട് ഡ്രഗ് ട്രേഡിന്. അതെ. ഇപ്പോൾ എസ്കോബാർ ഒരു പൊളിറ്റിക്കൽ ലെഫ്റ്റിൻ്റെ വക്താവല്ല. അപ്പോൾ ഈ ലാറ്റിൻ അമേരിക്ക ലെഫ്റ്റിൻ്റെ പൊളിറ്റിക്കൽ ഒരു റവല്യൂഷനൊന്നും വക്താവായിട്ടല്ല. പക്ഷേ ഡ്രഗിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ ഇമ്പീരിയലിസം നടത്തിയ ഡ്രഗ് ട്രേഡായി ബന്ധപ്പെട്ട ഇതാണ് ഈ ലാറ്റിൻ അമേരിക്കയിലെ മുഴുവൻ ഡ്രഗിൻ്റെ ഹിസ്റ്ററി. ഈ കൊക്കൈനൊക്കെ അവിടെ നമ്മളിത് പല സിനിമകളും കണ്ടിട്ടുള്ളതാണ്. അവിടെ നിന്ന് ഈ കൊക്കൈൻ കടത്തി അമേരിക്കയിൽ പോകുന്നതൊക്കെ വെച്ചാൽ ഈ അങ്ങേയറ്റത്തെ ഒരു സബാൾട്ടൈൻ ലൈഫാണ് ലാറ്റിൻ അമേരിക്ക. അപ്പോൾ ഈ പല കാര്യങ്ങളും അവർ കമ്പൽഡാണ്. ഇതിൻ്റെ ഈ ഡ്രഗിനെ ആ നിലയ്ക്ക് പ്രോത്സാഹിപ്പിച്ച മുഴുവൻ ഈ അമേരിക്കൻ കാർട്ടൽസാണ്. ഇതിൻ്റെ വലിയ തോതിലുള്ള ഈ സ്മഗ്ലിങ് അമേരിക്കൻ വലിയതല്ല. അപ്പോൾ ഒരിക്കലും ലെഫ്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് എന്നുള്ളതല്ല അമേരിക്ക ഒരു തരത്തിലും. കാര്യം നമ്മൾ കാണുന്ന അത് വളരെ റവല്യൂഷൻ ലെഫ്റ്റ് ആണെങ്കിലും മോഡറേറ്റ് ലെഫ്റ്റ് ആണെങ്കിലും ബാർക്കോ അവിടെയുള്ള മാത്രമല്ല കൊളംബിയയിലൊക്കെയുള്ള മാവോയിസ്റ്റ് സംഘടനകൾ, ചിലിയിലൊക്കെയുള്ള മാവോയിസ്റ്റ് സംഘടനകളൊക്കെ തന്നെ അവരൊക്കെ പലപ്പോഴും ഒരു ഇത്തരം ഡ്രഗ് ട്രാഫിക്കിങ്ങിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അല്ല, ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ നേരിടുന്ന ഒരു പ്രശ്നം അവർ സാമ്പത്തിക സമാഹരണത്തിന് പ്രശ്നം നേരിടും. ഇപ്പം മുജാഹിദീൻ മിലിറ്ററി, താലിബാൻ, അത് ഇസ്ലാമിന്റെ വിശുദ്ധ യുദ്ധ പദ്ധതിയാണ്. പക്ഷെ അവരുടെ പ്രധാന പണി എന്തായിരുന്നു? ഓപ്പിയം കച്ചവടമായിരുന്നു. ഗാസിയുടെ തന്നെ അമേരിക്കൻ സെനറ്റ് കമ്മിറ്റിക്ക് മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴിയുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞങ്ങളവിടെ അമേരിക്ക ആയുധങ്ങൾ ഇറക്കി കൊടുക്കുന്നു. ആ ആയുധങ്ങൾ ഇറക്കി കൊടുക്കുന്ന കപ്പലുകളിൽ എന്താണ് താലിബാൻ അവിടെ ഇത് കറുപ്പ് കഴിക്കും. അപ്പോൾ രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കഥ. ഈ വെപ്പൺസ് ട്രേഡായി ബന്ധപ്പെട്ട് ഈ ഒരു അന്താരാഷ്ട്ര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതാണ്. പക്ഷേ അവിടുത്തെ ഈ പൊളിറ്റിക്കൽ ഇപ്പോൾ ഇത് ഗോട്ടിമാലയിലും ഒക്കെ ശരിയാണ് പറഞ്ഞ പോലെ ഈ അതുപോലെ പെറുവിലൊക്കെ അവിടുത്തെ ഈ പിൽക്കാലത്തുണ്ടായ മാവോയിസ്റ്റ് മൂവ്മെൻറ്റുകളൊക്കെ തന്നെ അവരുടെ ആംഡ് റെബലിയന് വേണ്ടി പക്ഷെ അല്ലാതെ സപ്പാറ്റിസ്റ്റ് മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അതല്ലാതെ ഇതൊക്കെ ഈ വളരെ ഡിഫറൻ്റായ മൂവ്മെൻറ്റ്സ് മെക്സിക്കോയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ തമിഴ് LTTക്കെതിരായിട്ടും ആരോപണം വളരെ ശക്തമായിട്ടും അവർക്കും ഈ ഇതുണ്ടായിരുന്നു. ഈ ദക്ഷിണേന്ത്യയിലൊക്കെ അവരുടെ റാക്കറ്റാണ് ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നുള്ളത് നേരത്തെ മുതലുണ്ടായിരുന്നു. അതായത് അതിനെ കേട്ടി സൂചന സാമ്പത്തിക റിസോഴ്സ് സമാഹരിക്കാനും ഇല്ലീഗൽ ട്രേഡ് അല്ലാതെ മറ്റു മാർഗ്ഗമില്ലാത്ത സാഹചര്യമുണ്ട്. കാര്യം നേരിട്ട് പലതരത്തിലുള്ള സാമ്പത്തിക പുരോഗതി നേരിടുന്നു, മറ്റ് റവന്യൂ കളക്ഷൻ യാതൊരു മാർഗ്ഗമില്ല. പിന്നെ ഇതാണ് ഈ വഴിയിലേക്ക് തിരിയാന്നുള്ള കാര്യം. ആംഡ് റെബല്യനാണ്. അപ്പോൾ ആംസ് വാങ്ങണം, വില കൂടിയ ആംസ് വാങ്ങണം. അവരുമ്പിലും ഇത് തന്നെയാണ്. അപ്പോൾ ഈ ട്രേഡിന് പക്ഷേ ഒരു ചാനലുണ്ട്. ആ ചാനൽ എന്ന് പറഞ്ഞാൽ വളരെ അറിഞ്ഞുകൊണ്ടുള്ള ഈ ഔപചാരികമായ രീതിയിൽ CA നിയന്ത്രിക്കുന്ന ചാനലിലൂടെ തന്നെ ട്രേഡ് നടക്കുക. അല്ലെങ്കിൽ മയാമിയും ഫ്ലോറിഡയും ഒക്കെ ഒരു കാലത്ത് എസ്കോബാർ തകർത്തു കളയുന്ന അവസ്ഥ വന്നിരുന്നു. ഈ ട്രേഡ് കൂടി അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ എസ്കോബാറൊക്കെ ശരിക്കും അമേരിക്കൻ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ ലാറ്റിൻ അമേരിക്ക ലെഫ്റ്റ് പൊളിറ്റിക്കൽ രസമല്ല, ഒരു അമേരിക്ക തന്നെ ഇൻവെൻറ്റ് ചെയ്ത പല കഥാപാത്രങ്ങളാണ് ഇതൊക്കെ പല ആൾക്കാരുള്ളത്. അത് അമേരിക്കൻ കൊന്നു കളഞ്ഞ ആൾക്കാർ. പക്ഷേ ഹ്യൂഗോ ഷാവസും അതിലൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന വേറൊരു 21st century ഇവരൊക്കെ പിന്നെ വേറെ ഒരു 21ാം നൂറ്റാണ്ടിൽ ലെഫ്റ്റ് എന്നൊരു പുതിയൊരു സങ്കല്പം കൂടിയും കൊണ്ടുവന്നിരുന്നു. പിന്നെ പക്ഷേ ഒരു കാര്യത്തിൽ വരെ എഫക്റ്റീവാണ് ഇപ്പോഴും. പാശ്ചാത്യ മാധ്യമങ്ങൾ എഫക്റ്റീവാണെന്നുള്ളത് ഇപ്പോൾ എക്കണോമിസ്റ്റ് കാലങ്ങളായിട്ട് ഇത് പറയുമ്പോൾ ക്യാപിറ്റലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ മോത്ത്പീസായി കാലങ്ങളായിട്ട് വെനിസ്വേലയ്ക്കെതിരാണ്. അത് ഹ്യൂഗോ ഷാവേഴ്സുള്ള കാലം മുതൽ തന്നെ നിരന്തരമായിട്ട് ഈ മധുരോന് ഇത്രമാത്രം ഈ ലോകത്ത് ഇങ്ങനെ പ്രതിച്ഛായ നൽകുന്നതിൽ ഈ വെസ്റ്റേൺ മീഡിയ വലിയ പങ്കുണ്ട്. വലിയ രീതിയിൽ അങ്ങനെയാണ് അതിൻ്റെ അകത്തുള്ള ഒരുപക്ഷെ ഒരു രാഷ്ട്രം ഇതിൽ എംബാർഗോ നേരിടുകയും പ്രശ്നം നേരിടുകയും അതുപോലെ ഏകാധിപത്യ പ്രവണതകൾ അതൊക്കെ ആ രാജ്യത്തിൻ്റെ ജനങ്ങൾ പരിഹരിക്കേണ്ട കാര്യങ്ങൾ, അത് നോക്കേണ്ട കാര്യങ്ങളാണ്. അത് നമുക്ക് അഭിപ്രായം ഉണ്ടായിരിക്കാം. പക്ഷേ അമേരിക്കൻ ഒരു ലെൻസിലൂടെ അല്ല അത് പ്രതിഫലിക്കേണ്ടത്. അമേരിക്കൻ ലെൻസ് പ്രതിഫലിക്കുന്ന അമേരിക്കൻ കാര്യം ഇത്തരം ഡിക്റ്റേറ്റേഴ്സിന് എല്ലാ കാലത്തും അവിടെ കൊണ്ട് വാഴ്ത്തി നിലനിർത്തുകയും അവർക്ക് വേണ്ടി സൗകര്യം ഒരുക്കി കൊടുത്ത ഒരു രാജ്യത്തിന് അങ്ങനെ ഒരു നിലപാടേ ഇല്ല ജനാധിപത്യത്തോട് കാര്യം ഇവരെല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുള്ള തന്ത്രമാണ് ഇത്. ജനാധിപത്യവും അതുപോലെ ജനാധിപത്യം സ്ഥാപിക്കുക, ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് എക്സ്പോർട്ട് ചെയ്യലായിരുന്നു മെയിൻ പരിപാടി. മുഴുവൻ ചെയ്തിട്ടുള്ള എന്നിട്ട് ഹ്യൂമൻ റൈറ്റ്സ് എല്ലാ സ്ഥലത്തും വയലേറ്റും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതിനും ഇതില്ല. പക്ഷേ ഈ പുതിയ ധ്രുവീകരണം ലോകത്തെ സംബന്ധിച്ച് പുതിയൊരു ധ്രുവീകരണം ഈ ബെൽറ്റ് ആൻഡ് ഈ റോഡ് ഉണ്ടല്ലോ, അത് പ്രധാനപ്പെട്ട കാര്യം. അതിനാണിപ്പോൾ ഇന്ത്യക്കും അതൊരു പ്രതിസന്ധി വരാനുള്ള സാധ്യതയുള്ള ഒരാളാണ്. കാരണം ഇന്ത്യ അതിനെ മറികടക്കാനുള്ള പല ശ്രമങ്ങളുണ്ട്. ഇന്ത്യ ചൈന തമ്മിൽ അതിലേക്ക് ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ട് ബന്ധപ്പെട്ട്. അതാണ് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുടെ ചായവിൻ്റെയൊക്കെ പിന്നെ പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ ചൈനയായിട്ടുള്ള കോമ്പറ്റീഷനെ ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ പുതിയ ഒരു ലോക വ്യവസ്ഥയ്ക്കകത്ത് ഈ റഷ്യയും ചൈനയും ബ്രസീലും ഒക്കെ പ്രധാനം ചെയ്യുന്നൊരു പുതിയ രാഷ്ട്രീയം വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെ തകർക്കാൻ കാര്യം ഈ ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളും അമേരിക്ക നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ ഈ ഒരു ചൈനയുടെ എൻട്രി, ചൈന ഇത് മാത്രം ആഫ്രിക്കയിൽ വ്യാപകമായിട്ട് ചൈനീസ് ഇമ്പീരിയലിസം ആൾക്കാരെ ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി ചൈന പക്ഷേ ഈ ഒരു ഇമ്പീരിയൽ സ്വഭാവത്തിലല്ല കാണിക്കുന്നത്. അതിൽ വ്യാപകമായ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, വ്യാപകമായ വ്യാപാര ബന്ധങ്ങൾ, വ്യാപകമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒക്കെ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ത്രെട്ട് തന്നെയാണ്. ഈ നേരത്തെ കമൽറാം സൂചിപ്പിച്ച കാര്യം ഇതൊരു വലിയ പ്രശ്നം. കാര്യം ഈ ഡോളറിന് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ്
ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കറൻസി സോഴ്സുകളെ കുറിച്ചുള്ള വ്യാപകമായിട്ടുള്ള ഈ ചുങ്കത്തിൻ്റെ അകത്ത് ഈ ചുങ്കം ഉയർത്താനകത്ത് മുഴുവൻ ഈ ഡോളർ സുപ്രമസി നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ് റൂട്ട്സിനെ കുറിച്ചുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിന് അനുകൂലമായിട്ടുള്ള ഏക ഘടകം ട്രംപിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലതുപക്ഷ നേതാക്കൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ പൊളിറ്റിക്സും ട്രംപിന് ഇപ്പോഴും അത്തരമൊരു ജിയോ പൊളിറ്റിക്സിനകത്ത് പലപ്പോഴും ഇത് ഫേവറബിൾ ആവാം. കാര്യം ഈ വലതുപക്ഷ നേതാക്കളുടെ പല ഐഡിയാസും ട്രംപുമായി ചേർന്ന് പോകുന്നതും പലതരത്തിലുള്ള താല്പര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു ഈ ജിങ്കോയിസ്റ്റിക് പൊളിറ്റിക്സ് ട്രംപിന് ഉപയോഗപ്പെടാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഈ അമേരിക്ക ഒരു പ്രതിസന്ധിയിലിടുന്നുണ്ട്. ആ പ്രതിസന്ധിയുടെ റിസൾട്ട് കൂടിയാണ് ട്രംപ്. ആ പ്രതിസന്ധിയുടെ റിസൾട്ട് കൂടിയാണ് ട്രംപിനെ പോലുള്ള ആൾ കടന്നു വരുന്നത്. അപ്പോൾ ഈ നമ്മൾ പുതിയൊരു ലോക ഇതനുസരിച്ച് നമ്മൾ പ്രത്യാശയോടെ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ വെനസ്വേലയുടെ ഒരു ക്രൈസിസ് അത് നമുക്ക് ഇത് നോക്കണം. ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ ഈ ഇറാഖിനെതിരെ അമേരിക്കൻ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് ഇറാഖിനെതിരെ ആക്രമണം. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഇതിന് ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല അവർ. ഇല്ല, CNN അന്ന് ഇറാഖിനെ ഇതിൽ അമേരിക്ക സപ്പോർട്ട് ചെയ്ത ഒരു മീഡിയ ഇന്ന് പക്ഷേ എതിർത്ത് ഈ അവിടെ തന്നെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് ഇറാഖിൽ ഉണ്ടാക്കി ന്യൂയോർക്ക് ടൈംസിന്റെ വ്യാജ റിപ്പോർട്ടിൽ നിന്നാണ് ഈ സംഭവം ആരംഭിക്കുന്നത്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ശക്തമായി എഡിറ്റോറിയൽ ചെയ്തിരിക്കുക ട്രംപിനെതിരെ. അവരവിടെ മതറോ ജനാധിപത്യ വിരുദ്ധമാണ്, ഏകാധിപത്യം എന്നൊക്കെ ഒരു സെന്റൻസിൽ പറയുന്നുണ്ടെങ്കിലും അതല്ല നമ്മുടെ കൺസേൺ. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഈ ഹൂളിഗാനിസം ആണെന്നുകൊണ്ട് അവർ അങ്ങനെ തന്നെ വളരെ ബ്ലേറ്റൻ്റ് ആയിട്ട് തന്നെ. അപ്പോൾ അമേരിക്കയ്ക്കകത്ത് വലിയ എതിർപ്പ് ട്രംപിനുണ്ട്. കാര്യം അമേരിക്കയുടെ ഒരു മോറൽ സുപ്രമസി എന്ന് വിളിക്കുന്ന കാര്യം ഈ മാധ്യമങ്ങൾക്ക് താല്പര്യമായിരുന്നു. ഈ സോഫ്റ്റ് പവർ എന്നൊക്കെ വിളിക്കുന്ന സാധനം അത് നഷ്ടപ്പെടുകയാണ്. അത് പറയുന്നുണ്ട് ഈ എഡിറ്റോറിയൽ. കാര്യം അമേരിക്കയുടെ സോഫ്റ്റ് പവർ എതിരാണ്. പിന്നെ ഈ അമേരിക്ക ഉപയോഗിക്കുന്ന സോഫ്റ്റ് പവർ നഷ്ടപ്പെടുകയാണ്. ആ സോഫ്റ്റ് പവർ ഉണ്ടായിരുന്നൊരു ലോക അംഗീകാരം മുഴുവൻ അകത്ത് പോകാമെന്നൊക്കെ പറഞ്ഞ വലിയ കൺസേൺ ഈ മാധ്യമങ്ങളെല്ലാം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാധ്യമങ്ങൾ സെൻസ് ചെയ്യുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോക രാഷ്ട്രീയത്തിൻ്റെ ഈ ധ്രുവീകരണം പുതിയ വരുന്ന മാറ്റമാണ്. ആ മാറ്റത്തിന് ട്രംപ് എത്രമാത്രം സെൻസീവുള്ള അതിന് സെൻസ് ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ച് സംശയമാണ് മാധ്യമം പ്രകടിപ്പിച്ചത്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കൻ ആധിപത്യം ഈ വെസ്റ്റേൺ മീഡിയയുടെയും അമേരിക്കൻ മീഡിയയുടെയും പ്രധാന താല്പര്യം അതിനൊന്നും അവർ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരിക്കില്ല. അവരെ സംബന്ധിച്ച് അമേരിക്കൻ ലിബറലിസം, അമേരിക്കൻ ജീവിതശൈലി, അമേരിക്കൻ കൾച്ചറിൻ്റെ ലോകത്ത് എപ്പോഴും അവരെ സംബന്ധിച്ച് മാതൃക. പക്ഷേ അതേസമയം ഈ ട്രംപ് അതിന് പോലും ഭീഷണിയാവുന്നൊരു പ്രശ്നം അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആത്യന്തികമായി വെനസ്വേലിയൻ ക്രൈസിസ് ഒരു തരത്തിൽ പുതിയ ധ്രുവീകരണത്തിലേക്ക് പോവുകയും ഇപ്പോൾ ഇന്ത്യയുടെ നിലപാടിൻ്റെ അകത്തൊരു ഒരു ഒരു വ്യക്തതയില്ലാത്ത നിലപാടാണ്. അമേരിക്ക തള്ളിക്കളയുന്ന സമയം ശരിക്കും ഇന്ത്യ ഈ ത്രെട്ട് നേരിടുന്നുണ്ട്. ചൈനയും റഷ്യയുടെയും ആത്മവിശ്വാസം ഇന്ത്യക്കില്ല ഈ കാര്യത്തിൽ. കാര്യം ഈ ട്രംപിൻ്റെ വെനസ്വേല നടപടിക്ക് ശേഷം ഫസ്റ്റ് വന്നിട്ടുള്ള ഇന്ത്യക്കെതിരെ ഇതാണ് എന്താ പറയുക ഇന്ന് പറഞ്ഞത് എന്നെ സന്തോഷിപ്പിച്ചില്ല എന്ന് തുടങ്ങിയുള്ള ഒരു രാഷ്ട്രതലവും പറയാതെ വൾഗർ ഡയലോഗാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ ഇതിൻ്റെ ഒരു ശരിയായൊരു ഭീഷണി ഇന്ത്യ നേരിടുന്നുണ്ട്. കാര്യം ഏതൊരു എക്കണോമിക് സാങ്ഷനിലെ ഇതിലേക്ക് ചെറിയ പോലെ എക്കണോമിക് സാങ്ഷനിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് പിടിച്ചേക്കാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടായിരിക്കും. കാര്യം ഇന്ന് വേൾഡ് ട്രേഡിൻ്റെ അന്തരീക്ഷത്തിലും ചൈനയ്ക്ക് അതിൻ്റെ ആത്മവിശ്വാസം ഉണ്ട്. കാര്യം തിരിച്ചടിക്കാനും ചൈനയ്ക്ക് പറ്റി. കാര്യം താരിഫ് വാറിൽ ചൈന തിരിച്ചടിച്ചു, റഷ്യ തിരിച്ചടിച്ചു, ബ്രസീലും തിരിച്ചടിച്ചു. ഇന്ത്യക്ക് അവർ തിരിച്ചടിക്കാൻ ഇന്ത്യ എപ്പോഴും അതൊരു നെഗോഷിയേഷനാണ് പോയത്. അപ്പോൾ ഈ പ്രശ്നം ഒരുപക്ഷെ ഏഷ്യയിലേക്കും വ്യാപിക്കാനുള്ള സാധ്യത. കാര്യം ഇന്ത്യ ഏഷ്യ സംബന്ധിച്ചും ചൈനയേക്കാൾ എളുപ്പത്തിൽ ടാർഗറ്റ് ചെയ്യാൻ അമേരിക്ക നിയന്ത്രണത്തിലാക്കാൻ പറ്റുന്ന രാജ്യം ഇന്ത്യയാണ് ആ നിലയിൽ. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇന്ത്യ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ വളരെ ഗാർഡഡായിട്ടാണ് പ്രതികരിച്ചെങ്കിൽ കൂടി ഇന്ത്യ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. കാര്യം ഏത് നിരക്കിലാണ് വെനസ്വേലിയൻ ക്രൈസിസ് തങ്ങൾക്കും ബാധിക്കാൻ പോകുന്നത്. കാര്യം ഓയിലുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ എങ്ങനെയാണ് അമേരിക്ക വികസിപ്പിക്കാൻ പോകുന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ മറ്റു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഈ ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് പൊളിറ്റിക്സിന് കുറച്ചും കൂടി സാധ്യതകൾ വന്നിട്ടുണ്ട്. കാര്യം ഇന്ന് പണ്ട് സാമ്രാജ്യത്വം പരിഹസിക്കുന്ന ഒരു കാര്യമാണ് സാമ്രാജ്യത്വം. ഇന്ന് സാമ്രാജ്യത്വം പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഈ വലതുപക്ഷക്കാർ ഇത് ഇപ്പോഴും വികൃതമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അവർക്ക് ഒരു നേരം വെളിച്ചാവാത്ത അന്തരീക്ഷത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. കാര്യം അവരെ സംബന്ധിച്ചോളം ഈ മധുരവിനെ കാണുന്നതൊരു CPM നേതാവിനെ പോലെ കാണുന്നത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു, എനിക്കങ്ങനെ മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നു CPMനോടുള്ളൊരു വിരോധം കൊണ്ടാണ് വെനസ്വേലിയൻ രാഷ്ട്രീയത്തെ ഈ രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ഒരു പക്ഷേ അരക്കൂത്തോറും ബ്രാഞ്ച് കമ്മിറ്റി മധുരവിന് ഇപ്പോൾ പിന്തുണ അർച്ചതിൻ്റെ പോസ്റ്റ് കണ്ടപ്പോഴേക്കും അസ്വസ്ഥനായി ഇയാളെ മധുരവും ഷാവേസും CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പോലെ തന്നെ ഉടനെ പ്രതികരിക്കുക, ഇവർ അവിടെ ശരിയല്ല മറ്റേ പറഞ്ഞത്. അതൊന്നും ഒരു ശരിയായ മനസ്സിലാക്കുക. അപ്പോൾ CPM വിരോധമാണ് പലപ്പോഴും പല ആൾക്കാർ പല രാഷ്ട്രീയ നിരീക്ഷകർക്കെല്ലാം വെളിച്ചം കിട്ടാത്തതിന് കാരണമാണ്. പക്ഷേ ഇവിടെ ഒരു സാമ്രാജ്യത്വ രാഷ്ട്രീയം വളരെ പ്രസക്തം. അത് ഇന്ത്യയെ ബാധിക്കുന്ന കാര്യമാണ്. ഇന്ത്യയെ കൂടി ബാധിക്കുന്ന കാര്യം ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ അകത്തുനിന്നുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. ആ സാമ്രാജ്യത്വ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ കൂടുതൽ അത്തരമൊരു പൊളിറ്റിക്സിലേക്ക് സോൾഡാറ്റിലേക്ക് പോകാൻ നിർബന്ധമാണ്. അങ്ങനെ സാധ്യത അതിന് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ ഐഡിയോളജിക്കൽ പ്രശ്നം ഈ ഇസ്രായേലായിട്ടുള്ള ബന്ധമാണ്. ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റുകളും ഇസ്രായേലിൻ്റെ ബന്ധം ഒരു പക്ഷേ ഇതിൻ്റെ അകത്തൊരു നെഗോഷിയേഷൻ പാത്തായിട്ട് നിലനിൽക്കുന്നുണ്ടാവാം. പക്ഷേ ചൈനയ്ക്ക് അതില്ല, റഷ്യയ്ക്ക് അതില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് കാണുന്നൊരു കാഴ്ച എന്നുണ്ടെങ്കിൽ
ലോകത്തെ അമേരിക്കയുടെ ഒരു തരം ഈ ഹൂളിഗാനിസം, അമേരിക്കയുടെ ഈ അപ്രമാദിത്വവും ഇനിയും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ലോകരാഷ്ട്രങ്ങൾക്കുണ്ട്. ഒരു 80-കളിലോ 80 സോവിയറ്റുണ്ടായിരുന്നു. 90-കളിൽ ഒരു ക്രൈസിസ് എല്ലാ രാജ്യങ്ങളും നേരിട്ടുണ്ട്. കാര്യം സാമ്പത്തിക ഉദാരീകരണത്തിലേക്ക് പോകുന്നു, സ്ട്രക്ചറൽ ഡിവിഷൻ നടക്കുന്നു, വലിയ പ്രശ്നങ്ങൾ IMFന് വേൾഡ് ബാങ്കിന് ഡോമിനേഷൻ. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി, മാറുകയും ചൈന പ്രധാന ഡോമിനൻ്റ് പവറാവുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പിന്നെ പലതരത്തിലുള്ള ഗ്രോത്തിൽ മാറ്റം വരുന്നു, പിന്നെ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിലൊക്കെ മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ പഴയ പോലെ അമേരിക്കയുടെ സൂപ്പർമസി ആ നിലയിൽ നിലനിൽക്കുന്നില്ല. അതുപോലെ വേൾഡ് ക്യാപിറ്റലിൻ്റെ സ്വഭാവം പതുക്കെ മാറുന്നുണ്ട്. അതുകൊണ്ട് ഈ ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയം ഒരുപക്ഷെ പുതിയ സാധ്യതകൾ തുറക്കുന്നുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. എനിക്ക് നമുക്ക് അനുഭവം പൊളിറ്റിക്കലി അതാണ് സാമ്രാജ്യത്വ രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു സ്പേസ് കൂടുതൽ വരുന്നത്. ഒരു രാജ്യങ്ങൾ തമ്മിലായിരിക്കും ഇത് പൊളിറ്റിക്കലി എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ. ഇടതുപക്ഷ മൂവ്മെൻറ്റുകൾ ഇപ്പോഴും ഇത് പറഞ്ഞാൽ ഇടതുപക്ഷ മൂവ്മെൻറ്റ് ലോകത്ത് ഇപ്പോഴും ദുർബലമാണ്. അതിനുശേഷം പല സ്ഥലത്ത് ഇടതുപക്ഷ മൂവ്മെൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക, വളരെ ഒരു സോൾഡാരിറ്റിയുടെ ഇതിലൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് നിലയ്ക്ക് ഇടതുപക്ഷ എപ്പോഴും ആഗോളതലത്തിൽ ഇപ്പോൾ പുട്ടിനൊന്നും ഒരു തരത്തിലും ഒരു ലെഫ്റ്റ് റെപ്രസെൻറ്റേഷൻ ആളല്ല. ഒരു ആൻറ്റി ഇമ്പീരിയലിസം എന്ന നിലയ്ക്കല്ല, ആൻറ്റി അമേരിക്കൻ പൊളിറ്റിക്സിലാണ്. പക്ഷേ അതിൻ്റെ ഒരു ദൗർബല്യം. കാര്യം ഈ സാമ്രാജ്യത്വ രാഷ്ട്രീയത്തിന് സാമ്രാജ്യത്വ വിരുദ്ധ ഒരു പൊളിറ്റിക്സിന് ഒരു രാഷ്ട്രീയ നിറം കൊടുക്കാൻ, അതിനൊരു ദിശ കൊടുക്കാൻ ഉള്ളൊരു പാകത്തിലുള്ള രാഷ്ട്രീയം ലോകത്ത് നിലനിൽക്കുന്നില്ല. ചൈനയ്ക്ക് സാധിക്കില്ല. ചൈന അങ്ങനെ ഒരു പൊളിറ്റിക്സിൻ്റെ ആൾക്കാർ നേരത്തെ കേട്ടി വളരെ ഇൻഡയറക്റ്റ് സൂചിപ്പിച്ച കാര്യമുണ്ട്. അതായത് ചൈനയുടെ ഇൻട്രസ്റ്റുകളെ നിലനിർത്തുക. ചൈനയ്ക്ക് ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഒരു വേറെ തരം വിശാലത ഉണ്ടായിരുന്നു. ഒരു വേറെ തരത്തിൽ സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളെ നിലനിൽക്കുക, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ചൈനയ്ക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. ചൈനയെ സംബന്ധിച്ച് ചൈനയുടെ എല്ലാ കാലം ചൈനയ്ക്ക് അത് മാവോൻ്റെ കാലത്തും മാവോ ലോകത്ത് എല്ലാവരും സ്വീകാരനായാലും മാവോൻ്റെ കാലം മുതൽ ചൈനയ്ക്ക് പ്രശ്നമുണ്ട്. ചൈനയുടെ ഒരു താല്പര്യം അപ്പുറത്തേക്ക് ചൈന ഒരു കാലെടുത്ത് വയ്ക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ മാവോ അന്താരാഷ്ട്ര സൈദ്ധാന്തികനായിരിക്കെ തന്നെ, ലാറ്റിൻ അമേരിക്ക ഏറ്റവും സ്വാധീനിച്ച സൈദ്ധാന്തികനായിരിക്കെ തന്നെ ഇങ്ങനൊരു പ്രശ്നം ചൈനയ്ക്കുണ്ട്. പക്ഷേ ഈ ലോകത്തെ ഈ സാമ്രാജ്യത്വ രാഷ്ട്രീയത്തിന് സാമ്രാജ്യത്വ വിരുദ്ധ പുതിയ ഒരു അന്തരീക്ഷത്തിന് ഒരു രാഷ്ട്രീയ സ്വഭാവം കൊടുക്കാൻ, ദിശാബോധം കൊടുക്കാൻ, അതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ, അത് ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഒരു വിമോചനത്തിൻ്റെ പാത കൊണ്ടുവരാൻ പൊളിറ്റിക്സ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല. എങ്ങനെയാണ് ലോകത്തിലെ അവിടെ ദാമോദർ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കക്ക് ബദലുകളില്ല, ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ് എന്നായിരുന്നു 90-കളിൽ. 2000 ആകുമ്പോഴേക്കും അമേരിക്കക്ക് ബദലുകളുണ്ട്, ദർ ആർ മെനി ആൾട്ടർനേറ്റീവ്സ് എന്നായിരുന്നു സിദ്ധാന്തം. പക്ഷെ കാസ്ട്രോവും ഹ്യൂഗോ ഷാവോസും ഒക്കെ സോഷ്യലിസം തന്നെയാണ് ബദൽ എന്നുള്ള ഒരു സൈദ്ധാന്തിക അടിത്തറ ഇരുന്നുകൊണ്ട് അമേരിക്കക്കെതിരായിട്ടുള്ള ബദൽ ഉയർത്താനാണ് ശ്രമിച്ചത്. ഇന്നത്തെ ഒരു സാർവദേശീയ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഹെജിമണിയെ എല്ലാ രംഗങ്ങളിലും വെല്ലുവിളിക്കും. ടെക്നോളജിയുടെ രംഗത്ത്, സാമ്പത്തിക രംഗത്ത് എല്ലാം വെല്ലുവിളിക്കപ്പെടുകയാണ്. ഇപ്പോൾ ബ്രിക്സിലെ 5 രാജ്യങ്ങൾ ചേർന്ന ബ്രിക്സ് ഇപ്പോൾ പ്ലസ് ആണ്. നിരവധി രാജ്യങ്ങൾ ബ്രിക്സിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിക്സിന്റെ ഭരണസമിതി യോഗത്തിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം IMFനും ലോകബാങ്കിനും ബദലായി ഒരു ഇന്റർനാഷണൽ ബാങ്ക് ഉണ്ടാവണമെന്നാണ്. അതിനാരെ എതിർത്തെന്നറിയൂ? പിന്നെ ഇന്ത്യൻ പ്രതിനിധികളാണ്. അതേപോലെ തന്നെ ഈ ഡോളറിന്റെ ഹെജുമണിയെ തകർക്കാൻ കഴിയുന്ന തരത്തിലൊരു പൊതു നാണയം ഉണ്ടാവണം. അതിനെ എതിർത്തത് നരേന്ദ്രമോദിയുടെ പ്രതിനിധിയാണ്. അപ്പോൾ ബ്രിക്സില് വളരെ ശക്തമായ രീതിയിൽ അമേരിക്കൻ വിരുദ്ധമായ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു നവ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവിന് ആവശ്യമായ രീതിയിൽ ലോക രാഷ്ട്രങ്ങളുടെയും ജനതകളുടെയും ഒരു ധ്രുവീകരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കം നടക്കുന്നുണ്ട്. അപ്പോൾ ദാമോദർ പ്രസാദ് ഇവിടെ ശരിയായി നിരീക്ഷിച്ചതുപോലെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹിക്കുന്ന ഈ പുതിയ വലതുപക്ഷ നേതാക്കളുടെ ഈ ന്യൂ റൈറ്റ് എന്ന് പറയും. ഇത് ഗോൾവാൾക്കറുടെയും സവർക്കറുടെയും റൈറ്റ് അല്ല, ഈ മോദി ഒരു ന്യൂ റൈറ്റ്. ന്യൂ റൈറ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു വലിയ പ്രത്യയശാസ്ത്ര പദ്ധതിയാണ്. ആ ന്യൂ റൈറ്റിന്റെ ഒരു തിളങ്ങുന്ന നക്ഷത്രമായിട്ടാണ് ഈ മച്ചോടയെ കൊണ്ടുവരാൻ ഈ അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ ശ്രമിച്ചത്. അപ്പൊ ഈ ന്യൂ റൈറ്റിസം വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ ലാറ്റിൻ അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ഇടതുപക്ഷം ഒരു സംഘടന എന്ന നിലക്ക് ആ രീതിയിൽ നമ്മളിപ്പം 70-കളും 80-കളും കാണുന്ന രീതിയിലുള്ള ഒരു ഇടതുപക്ഷം ഇല്ല. പക്ഷെ വളരെ വിശാലമായ അർത്ഥത്തിലുള്ള മൈനോറിറ്റി, പരിസ്ഥിതി, അതേപോലെ തന്നെ നമ്മളിവിടെ ദളിത് എന്ന് പറയുന്ന, അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡർ, LGBT ഇങ്ങനെയുള്ള വലിയ മൂവ്മെന്റുകൾ വരികയാണ്. അപ്പൊ ഈ നവയാഥാസ്ഥികത്വം, ഈ നവവലതുപക്ഷം ഈ പ്രത്യയശാസ്ത്രപരമായി ഇവരെയൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ വെനിസ്വലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മഡൂറയ്ക്കും അവിടുത്തെ ഈ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇതിൽ നിന്ന് കത്തോലിക്ക ഫണ്ടമെന്റലിസ്റ്റ് നിന്നുള്ള ഇവര് ഈ ട്രാൻസ്ജെൻഡറുകളെ, ഈ സ്വർഗവിവാഹത്തെ, സ്വർഗരീതിയെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. ഇവർ അരാജകവാദികളാണ്. ഇവര് ദൈവത്തിന്റെയും ബൈബിളിന്റെയും ശത്രുക്കളാണെന്നാണ് പ്രചരണം നടത്തുന്നത്. ഷാബോസ് ജീവിച്ചിരുന്ന കാലത്ത് അയാൾക്ക് അയാളെ വധിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു
ഇവിടുത്തെ പെന്തക്കോസ്റ്റ് അല്ല, അതൊരു പ്രത്യേക സിലോൺ പെന്തക്കോസ്റ്റ് അല്ല, ലാറ്റിൻ അമേരിക്കയിലെ പെന്തക്കോസ്റ്റ് പറയാണ്. CA ഉണ്ടാക്കിയ ഒരു പെന്തക്കോസ്റ്റ് ഉണ്ട്. ആ പെന്തക്കോസ്റ്റിന്റെ ഒരു പുരോഹിതൻ രംഗത്ത് വന്നു, ഇയാളെ വധിക്കും. അവിടെ വെനിസ്വലൻ ടെലിവിഷനിലൊക്കെ അയാൾ വളരെ പ്രധാനമായിട്ട് ഇയാൾ ദൈവത്തിനും ബൈബിളിനും ദൈവനീതിക്കൊക്കെ എതിരായിട്ടുള്ള ആളാണെന്നുള്ള ഷാവേഴ്സിനെതിരായിട്ട് ഇതിനെ പ്രതിരോധിക്കുന്ന വളരെ ലിബറൽ എങ്കിലും ആശയരംഗത്ത് വളരെ കരുത്തായ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ജനാധിപത്യ ബദൽ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പൊ ഇത് ഞാൻ ഈ അടുത്ത് സൗദി അറേബ്യ സന്ദർശിച്ചിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു തരം ലിബറേഷൻ അനുഭവിക്കുന്ന പെൺകുട്ടികൾ തുറമുഖ നഗരങ്ങളിലും സാധാരണ വിമാനത്താവളങ്ങൾ നമ്മൾ കാണുകയാണ്, കാർ ഓടിക്കുകയാണ്. അപ്പൊ എനിക്ക് കൗതുകം തോന്നിയത് സൗദി പെൺകുട്ടികൾ ഓടിക്കുന്ന കാറ് ചൈനയുടേതാണ്. നമ്മൾ ചൈനയുടെ വലിയ ആരാധകരുള്ള കേരളത്തിൽ പോലും ചൈനീസ് കാറുകൾ അത്ര വ്യാപകമായിട്ടില്ല. സൗദി സ്കൂളുകളിൽ അറബിയും ഇംഗ്ലീഷും കഴിഞ്ഞാൽ 3ാം ഭാഷയായിട്ട് പഠിപ്പിക്കുന്നത് ചൈനീസ് ഭാഷയാണ്. ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് റിയാദിലൊക്കെ പോയ ആളുകൾക്കറിയാം, ഇംഗ്ലീഷിലും അറബിയിലും മാത്രമേ സ്ഥലനാമങ്ങളുള്ളൂ. ഇപ്പൊ ടൗൺഷിപ്പുകൾക്കൊക്കെ 3 ഭാഷകളുണ്ട്, ചൈനീസ് പേരുള്ളൂ. അവിടെ വലിയ മാളുകളെല്ലാം ചൈനയുടേതായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ യൂസഫ് അലിയുടെ ലുലു മാളിനേക്കാളൊക്കെ വലിയ രീതിയിൽ ചൈനീസ് മാളുകൾ അവിടെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗതമായി നേരത്തെ അമേരിക്കൻ അനുകൂലമായി നിന്നിരുന്ന ഈ വിപണികൾ, സൗദി എന്ന് പറഞ്ഞാൽ വലിയ ലോകത്തിലെ വലിയൊരു വിപണിയാണ്, പെട്രോൾ ഡോളർ ഒഴുകുന്ന ഒരു വിപണിയാണ്. ആ വിപണികൾ എന്താണ്, ചൈനീസ് ഉൽപ്പന്നങ്ങളാൽ നിറയാണ്. ഇത് അമേരിക്കക്ക് വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ നമുക്കൊക്കെ ഈ ഫോണുകളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ രംഗത്ത് ചൈന ഉണ്ടാക്കിയ ടെക്നോളജിയുടെ വലിയ മാറ്റങ്ങളാണ്. അപ്പോൾ അത് വില കുറഞ്ഞ് കിട്ടാൻ കഴിഞ്ഞു. ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് തരാതരം പോലെ ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ എല്ലാ കാലത്തും എണ്ണയുടെ എന്ന പോലെ മോട്ടോർ വാഹനങ്ങളുടെയും കുത്തകർക്കായിരുന്നു. നമ്മളൊക്കെ എത്രയോ കാലമായിട്ട് ലോകത്തിലെ ഏറ്റവും ടേൺ ഓവറുള്ള വ്യവസായം ആണ്, അതിൽ ഏറ്റവും ടേൺ ഓവറുള്ള മുതലാളി മറ്റേ ഫോർഡാണെന്നാണ് പഠിച്ചത്. ഇപ്പൊ അങ്ങനെയാണോ? ഫോർഡാണോ ലോകത്തിലെ നേരെ ഒരു ഘട്ടത്തിൽ ഈ ടൊയോട്ടയൊക്കെ വന്നു. ടൊയോട്ടയൊക്കെ മറികടന്ന് എന്താണ്, ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്. ആ രീതിയിൽ വാണിജ്യ രംഗത്ത്, വാണിജ്യം എന്ന് പറയുന്നത് സമ്പത്ത് ഉൽപാദനത്തിന്റെ മണ്ഡലത്തിൽ ചരക്കുകൾ പണമായി തിരിച്ചു വരുന്ന ഇതാണ് റിയലൈസേഷൻ. മുതലാളിത്തത്തിന് റിയലൈസേഷൻ വഴി പണം തിരിച്ചു, അത് മൂലധനത്തിന്റെ ഒരു വലിയ വേറൊരു തരം സംഭാവന, അത് ചൈനീസ് കമ്പനികളിലേക്ക് വരികയാണ്. അത് വലിയൊരു വെല്ലുവിളിയായിട്ട് അമേരിക്കുന്നുണ്ട്. അതുകൊണ്ട് പല രംഗങ്ങളിലും എന്താണ്, ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾ, യുവാൻ ചൈനയുടെ നാണയമാണ്. ഇപ്പൊ വെനിസ്വല അവർ ശ്രമിച്ചത് യുവാനെ ഉപാധിയാക്കാനാണ്, മീഡിയയാക്കാനാണ്. അപ്പോൾ ആ മാറ്റങ്ങൾ വളരെ അനുകൂലമാണ്. അതിനെയൊക്കെ സൂക്ഷ്മമായി മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാൻ കഴിയുന്ന ഇടതുപക്ഷത്തിന്റെ വളരെ ജാഗ്രതയോടുകൂടിയുള്ള, ജാഗ്രത എന്ന് പറഞ്ഞാൽ അത് കേവലമായ ഒരു രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തുള്ള പ്രത്യയശാസ്ത്ര രംഗത്തെ ജാഗ്രതയോട് കൂടിയുള്ള ഇടപെടലുകൾ ആവശ്യപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇപ്പൊ 70s 80s നമ്മൾ കണ്ടിരുന്ന ഒരു തീവ്ര ഇടതുപക്ഷം ഇന്ന് ലോകത്ത് ഇല്ല. അങ്ങനെ ഒരു തീവ്ര ഇടതുപക്ഷത്തെ പാർട്ടി എന്നുള്ള രീതിയിലില്ല, പക്ഷെ ഒരു വൈഡർ സ്പെക്ട്രം. അപ്പം അതെ, പൊതുവെ പ്രത്യേകിച്ചും സോഷ്യൽ ഡെമോക്രാറ്റുകൾ എന്ന രൂപത്തിൽ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ പൊതുവായി നമ്മുടെ ലോകത്തിലെ മർദ്ദിതരും പണിയെടുക്കുന്നവരുമായ ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന വളരെ പ്രാഥമികമായ ഒരു മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തെ അംഗീകരിക്കുന്ന ഒരു മൂവ്മെന്റ് ലോകത്തെല്ലായിടത്തുണ്ട്. അത് ന്യൂയോർക്കിലുമുണ്ട്. ഏറ്റവും കൂടുതൽ വെനിസ്വലയിലെ ഈ പിടിച്ചു കൊണ്ടുപോകുന്നതിനായിട്ട് പ്രകടനം നടന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണെന്നാണ്. പ്രകടനങ്ങൾ നിലക്കുന്നില്ല അവിടെ. സാധാരണ കോഴിക്കോട്ടായിരുന്നു നടക്കാറ്. ഈ ന്യൂയോർക്ക് സിറ്റിയിൽ പ്രകടനങ്ങൾ നിലക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ മാറ്റത്തിന്റെ ഒരു ദിശാബോധം തീർച്ചയായിട്ടും എന്താണ്, ഇടതുപക്ഷത്തിന്റെ ഒരു ഭാവിയിലേക്ക് തന്നെയാണ് ചൂണ്ടുന്നത്. ഇടതുപക്ഷത്തിന് മാത്രമേ, കാരണം മൂലധന താല്പര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വെട്ടിപ്പിടുത്തങ്ങളും കയ്യേറ്റങ്ങളും ഈ ബലപ്രയോഗത്തിന്റെ കയ്യൂക്കിന്റെ ഒക്കെ ഇതിനെ മറികടക്കാൻ കഴിയുക സമ്പത്തിന്റെ ഒരു സാമൂഹ്യവൽക്കരണത്തെ ലക്ഷ്യം വെക്കുന്ന ഇടതുപക്ഷ ഐഡിയോളജിക്കാണ് ഇടതുപക്ഷത്തിനാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാവിയെയാണ് ഇത് ചൂണ്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം എന്നുള്ളൊരു വിശാലമായ പദമായതുകൊണ്ടേ അത് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. നമ്മുടെ ഇടതുപക്ഷം എന്ന് ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു മൗദാനിക്ക് പറഞ്ഞ നമ്മള് ഈ പ്രയോഗങ്ങളൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കുകയാണ്. സോഷ്യലിസ്റ്റ് ഡെമോക്രസി അതന്നെയാണ് സോഷ്യൽ ഡെമോക്രസി തന്നെയാണ് കൃത്യമായിട്ടും മൗദാനി പറയുന്നത്. സോഷ്യലിസ്റ്റ് ലെഫ്റ്റ് എന്നൊരിക്കും മൗദാനി പറയാറില്ല, സോഷ്യലിസ്റ്റ് ഡെമോക്രസി തന്നെ പറയാറ്. അപ്പോൾ ന്യൂയോർക്ക് ചെറിയ സ്ഥലമായിരിക്കാൻ നിൽക്കുന്നു, പക്ഷേ ആ സോഷ്യലിസ്റ്റ് ഡെമോക്രസി തന്നെയാണ് അതിൻ്റെ ഒരു പുതിയൊരു പൊളിറ്റിക്സ് ആയിട്ട് വരുന്നത്. കാര്യം ഇമ്പീരിയൽസിനെതിരെ ഈ മനുഷ്യൻ്റെ അടിച്ചമർത്തപ്പെട്ടവന് നിരാലംബരായ മനുഷ്യൻ്റെ ഐക്യം, അതിൻ്റെ ഒരു ദിശാസൂചന നിലയ്ക്കാണ് ഈ ന്യൂയോർക്ക് ഇലക്ഷൻ കാണുന്നത്. മാത്രമല്ല അതിന് പൊളിറ്റിക്കൽ സ്വഭാവം ഉണ്ടെങ്കിലും ഇതൊരു ഏകീകരണത്ത് പോകാൻ സാധ്യതയുണ്ട്. കാര്യം ഒരു ചെതറിത്തെറിച്ച മൂവ്മെൻറ്റ് നിലയ്ക്കല്ല,
അതിനൊരു ഒരു പഴയ പോലത്തുള്ള ഒരു പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പാർട്ടിയുടെ സ്വാതന്ത്ര്യം അതിൻ്റെ അടിത്തട്ടിലോ നിൽക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ കുടക്കീഴിൽ നിൽക്കുന്ന തരത്തിലല്ല, പക്ഷേ പല തരത്തിലുള്ള രൂപീകരണമായിട്ട് പക്ഷേ ഒരു പൊതു സ്വഭാവം ഉണ്ടാവും. അത് ചിതറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തല്ല. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഉത്തരാധുനികതയും അതിജീവിക്കുന്ന ഒരു പൊളിറ്റിക്സ് വന്നിട്ടുണ്ട്. കാര്യം ആ ഫ്രാഗ്മെൻറ്റേഷൻ്റെ കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. അതിനും പോയി ഉത്തരാധുനികത കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പല ഫ്രാഗ്മെൻറ്റ്, പല ഒരു അവകാശത്തിൻ്റെ രാഷ്ട്രീയം. പക്ഷേ ആ അവകാശ രാഷ്ട്രീയത്തിനപ്പുറം ഒരു പുതിയ പൊളിറ്റിക്സ്, അത് എക്കണോമിക് റൈറ്റും എക്കണോമിക്കായിട്ടുള്ള പല ആവശ്യങ്ങളും മുന്നോട്ട് വെക്കുന്ന, വെറും കൾച്ചറൽ റൈറ്റ്സ് മാത്രമല്ല, അതിന് വേറൊരു തരത്തിലൊരു അതാണ് നമ്മൾ ഈ മമതാനിയുടെ പൊളിറ്റിക്സ് ഒരു ഭാഗത്ത് കൾച്ചറൽ റൈറ്റ്സ് ആണ് അയാൾ പറയുന്നത്. പക്ഷേ വളരെ കൃത്യമായിട്ട് എക്കണോമിക് റൈറ്റ്സും പറയുന്നുണ്ട്. അതായത് എക്കണോമിക്കിൽ എങ്ങനെ എംപവേർഡ് ചെയ്യപ്പെടണം, എങ്ങനെയാണ് തൊഴിൽ പ്രശ്നങ്ങൾ വരുന്നത്, അത് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട, റേഷ്യലി അവഗണിക്കപ്പെട്ട. അപ്പോൾ ഇതിനെ ബ്ലെൻഡ് ചെയ്യുന്നൊരു പൊളിറ്റിക്സ് ഉണ്ട്. കാര്യം കൾച്ചറിൽ മാത്രം നിൽക്കുന്നല്ല. അപ്പോൾ ആ നില സോഷ്യൽ ഡെമോക്രസി അതിൻ്റെ ഒരു റിവൈവൽ പാത്തിലാണ്. അതാണ് ഒരു പക്ഷേ പ്രതീക്ഷിക്കാവുന്ന കാര്യം അത്രയും ഭീകരതയിൽ നമുക്ക് എല്ലാവരും കാണിച്ചു വരും. ഇപ്പോൾ 21st സെഞ്ച്വറി മുഴുവൻ 21 മുഴുവൻ കാണുന്ന പോലെ ഈ അതിഭീകരമായിട്ട് അസമത്വം കാണുന്നുണ്ട്. അതിഭീകരമായിട്ടുള്ള ഏതാനും സമ്പന്നരിലേക്കും ലോകം ചുരുങ്ങുക, എലോൺ മസ്കിലേക്ക്, ഇന്ത്യ അഡാനിയിലേക്ക് മുഴുവൻ അബാനിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക, അതിഭീകരമായ അസമത്വം, വലിയ തോതിലുള്ള പ്രാന്തവൽക്കരണം. അപ്പോൾ ഈ നിലയ്ക്കുള്ള സമൂഹം, അതുപോലെ ഈ മെയിൻ സ്ട്രീം എക്കണോമിക് ലൈഫിൽ നിന്ന് ഒരുപാട് പേര് തള്ളി മാറ്റപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുണ്ടാകുന്ന കൂടുതൽ അതിനെ പ്രതിസന്ധിയാക്കുന്ന വിധത്തിൽ ഇപ്പോൾ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയെ പോലെ അതിനെതിരെ വരുന്ന ആക്രമണങ്ങൾ, ഇത് മുഴുവൻ അപ്പോൾ ഇത് വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെതിലുള്ള ഒരു ഐക്യത്തിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. സോഷ്യലിസ്റ്റ് ഡെമോക്രസിൻ്റെ പൊളിറ്റിക്സിൻ്റെ സാധ്യത നിലനിൽക്കുന്നത്. അതിലേക്കാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ കാര്യം, എനിക്ക് തോന്നിയ കാര്യം ഇതാണ്. ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ മമതാനിക്കർ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പോൾ ചില്ലിലെല്ലാം കാണാൻ പറ്റുന്ന കാര്യമാണ്. അതൊരു 20s അറബ് സ്പ്രിങ്ങിനെ അതിജീവിച്ച രാഷ്ട്രീയമാണ് അറബ് സ്പ്രിംഗ്. കാര്യം അതിന് ആ ഒരു നിലയ്ക്ക് കുറച്ചുകൂടി പ്രായോഗികമായിട്ട് എങ്ങനെയാണ് സ്റ്റേറ്റ് പവർ തന്നെ ഉപയോഗിക്കേണ്ടത്, പൊളിറ്റിക്കൽ പവർ. ഇപ്പോൾ ഈ പോസ്റ്റ് മോഡേണിസത്തിന് പൊളിറ്റിക്കൽ പവറിനെ കുറിച്ച് വലിയ കൺസേൺ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ റൈറ്റ്സിനെ കുറിച്ചാണ്. ഇത് പൊളിറ്റിക്കൽ പവർ തന്നെ അധികാര രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെ പറയുന്നത്. അധികാര രാഷ്ട്രീയം എങ്ങനെയാണ് അത് ഉപയോഗിക്കപ്പെടേണ്ടത്, അതിലേക്ക് എങ്ങനെ വരണം, അതെങ്ങനെ സ്വീകരിക്കപ്പെടണം, അതെങ്ങനെ ഉപയോഗിക്കപ്പെടണതിനെ കുറിച്ചുള്ള ഒരു വളരെ ക്ലിയർ പൊളിറ്റിക്സ് അതിൻ്റെ അകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വലിയ അതായിരിക്കും ഒരു പക്ഷേ ഇനിയുള്ള രാഷ്ട്രീയത്തിനെ നിർണ്ണയിക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉരുതിരിയും, ഏതൊക്കെ തരത്തിൽ അതിൻ്റെ സ്വഭാവം വരിക എന്നുള്ളത് കണ്ടറിയാനാണ്.